ലിയാഖത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നിങ്ങളെ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ് 100K ഹിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അത് ആദ്യമേ പറയട്ടെ. പിന്നെ വെൽ ഡൺ. പിന്നെ ഞാൻ എന്തായാലും നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചാനലാണ്, അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ താല്പര്യമാണ്. എന്നെ താങ്കൾക്ക് 2021 മുതലേ അറിയാം, നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളിപ്പോൾ ഞാൻ വാട്സപ്പിൽ അയച്ച എൻ്റെ ചാറ്റ് ഒന്നും വായിക്കാതെ നിങ്ങളുടെ ചാറ്റ് മാത്രമേ വായിച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല. അത് നമ്മൾ എന്തായാലും ഞാനിപ്പോൾ ഗാലറിയിലാണ്, കളിക്കളത്തിൽ ഇറങ്ങുന്നവരെ തൽക്കാലം താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇസ്ലാം മുസ്ലിമാണ് ചർച്ച. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ എന്തായാലും ഒരു 3 മിനിറ്റുള്ള സമയമുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് പറയാം. അത് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എനിക്ക് കൗണ്ടർ ചെയ്യാനുള്ള അവസരം തരുവാണെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇഷ്ടം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഒരു മിനിറ്റ് 3 മിനിറ്റ് തുടർച്ചയായിട്ട് അർഷ് സംസാരിക്കുന്ന ഒരു ക്രമം നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ സാധ്യമല്ല. ഞാൻ പറഞ്ഞു 1-1.5 മിനിറ്റിൽ നിങ്ങൾ സംസാരിക്കുക, അതിനോട് 1-1.5 മിനിറ്റിൽ ഞാൻ പ്രതികരിക്കും. അവിടെ ഒരു 3 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് നമുക്ക് 2 പേർ കൂടി എടുക്കാം. ഓക്കെ, പറഞ്ഞു. ഒരു 2-2.5 മിനിറ്റ് തരുന്നതിന് കുഴപ്പമുണ്ടാവും. 2 മിനിറ്റ് സംസാരിച്ചു. 2 മിനിറ്റ് സംസാരിച്ചു. ആയിക്കോട്ടെ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ലിയാഖത്ത്. അപ്പൊ ഇസ്ലാം മുസ്ലിം രണ്ടാണെന്നാണ് ലിയാഖത്തിന്റെ വാദം. ഓക്കെ, കാരണം മദ്യവും മദ്യപാനിയും രണ്ടല്ലേ എന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, അത് ലിയാഖത്തിന് മനസ്സിലാകാത്ത കുഴപ്പമാണ്. ഞാൻ പറയാം, ഇസ്ലാമും മുസ്ലിമും പിന്നെ വാക്കുകൊണ്ട് ഒന്നിന്റെ പ്രത്യയശാസ്ത്രം മറ്റേതിനെ അത് ഫോളോ ചെയ്യുന്നവരും പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇസ്ലാമും മുസ്ലിമും ഒന്നാണ്. കാരണം ഇസ്ലാം ഇല്ലെങ്കിൽ മുസ്ലിം ഇല്ല, പിന്നെ മുസ്ലിം ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ഇത് രണ്ടിനെയും നമുക്ക് പ്രാക്ടിക്കലി മാറ്റി നിർത്താനും സാധിക്കില്ല. പക്ഷേ മദ്യവും മദ്യപാനിയും കാര്യത്തിൽ അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ട്. മദ്യപാനി ഇല്ലെങ്കിൽ മദ്യമുണ്ട്, മദ്യം കുടിച്ചാൽ മാത്രമേ ഒരാൾ മദ്യപാനി ആവുകയുള്ളൂ. ഇനി ലിയാഖത്ത് മനസ്സിലാക്കേണ്ട കാര്യം, മദ്യം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് കൺസ്യൂം ചെയ്താൽ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റിനെ അത് ഓൾട്ടർ ചെയ്യും എന്നറിയാലോ. ഇത് ടാഞ്ചിബിൾ ആണ്. പിന്നെ അതുകൂടാതെ ഇമ്മീഡിയറ്റ് ആയി നമ്മുടെ ബോഡിയിൽ എഫക്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് ഐഡിയാസ് ആണ്. ഇത് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യം ഇൻടാഞ്ചിബിൾ ആണ്. കാര്യം ഇതിനെ നമുക്ക് സത്യത്തിൽ താഴെയുള്ള ഓഡിയൻസിന് വേണ്ടി ഞാൻ പറയാണ്, എന്താണ് ടാഞ്ചിബിൾ, എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞ കാര്യം പിന്നെ നമുക്ക് പറയാം ഫിസിക്കലായിട്ട് നമുക്ക് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാം അതാണ് നമുക്ക് ഈ ചെയ്യാത്ത പറ്റാത്ത ഒരു കാര്യത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് നമുക്ക് ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ഓക്കെ, അത് കോൺക്രീറ്റ് ആണ്, റിയൽ ആണ്, അതിനെ മെഷർ ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ടാഞ്ചിബിൾ ആയ കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ട്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, അതിനെ മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ ഇനി ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് നോൺ ഫിസിക്കൽ ആണ്, പിന്നെ അതിനെ നമുക്ക് മെഷർ ചെയ്യാനും പറ്റില്ല. ഉദാഹരണത്തിന് ഫീലിംഗ്സ്, ഐഡിയാസ്, കോൺസെപ്റ്റ്, ഇമോഷൻസ്, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ പെടും. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മദ്യപാനിയെ നമുക്കൊരു ബ്രീത്തലൈസർ വെച്ചോ ബ്ലഡ് ടെസ്റ്റ് വെച്ചോ യൂറിൻ ടെസ്റ്റ് വെച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് പിന്നെ മദ്യം കഴിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഐഡിയോളജി വെച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരു ഡിവൈസോ മെഷീനോ വെച്ച് അളക്കാൻ പറ്റില്ല. പക്ഷെ ആ വിശ്വാസത്തോട് വെറുപ്പുള്ളവർക്ക് പലതരത്തിൽ കഥകൾ മെനഞ്ഞ് അസ്യൂം ചെയ്ത് പല കാര്യങ്ങളും പറയാം. ലിയാഖത്ത് പറയുന്നത് പോലെ അവര് തീവ്രവാദികളാണ്, ഐസിസ് ആണെന്നൊക്കെ പല രീതിയിലും പറയാം. അതിന് യാതൊരു വാല്യൂ ഇല്ല. ഒരു വ്യക്തി 50% വിശ്വാസിയാണോ 100% വിശ്വാസിയാണോ ഒരാൾക്കും പറയാൻ സാധിക്കില്ല. ഓക്കെ, കാരണം നമുക്ക് അളക്കാൻ പറ്റില്ല കാര്യം. അതുകൊണ്ട് ലിയാഖത്തിന്റെ വാദം, ലാസ്റ്റ് ഒരു 10 സെക്കൻഡ് ലിയാഖത്തെ, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇത് രണ്ടും രണ്ട് സാധനമാണ്. ഒന്ന് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല, മറ്റേ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ വെച്ച അനോളജി തികച്ചും തെറ്റാണ്. ആ അനോളജിക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. നിങ്ങളുടെ വായിൽ തോന്നുന്നത് ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് കാരണം അവരെ നിങ്ങൾ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് അർഷ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. ഇവിടെ മുസ്ലിമും ഇസ്ലാമും ഒന്നാണോ എന്നാണ് ചോദ്യം. അപ്പൊ മതം ഒരു പ്രത്യയശാസ്ത്രമാണ്. മതം എന്ന് പറയുന്നതും മദ്യം എന്ന് പറയുന്നത് അതിന്റെ ടെക്നിക്കൽ കമ്പാരിസണിലേക്കല്ല. ഇതൊരു ഉപമ പറയുമ്പോൾ അതിനെ ടെക്നിക്കൽ ആയിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവാത്ത ആളല്ല. മദ്യം ഒരു മനുഷ്യനിൽ ലഹരി ഉണ്ടാക്കുന്നു, ആ മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള സ്വബോധം നഷ്ടപ്പെടുത്തുന്നു. അദ്ദേഹം സാമാന്യ ബുദ്ധി മറിയുകയും അദ്ദേഹം അതിന് വിപരീതമായിട്ട് ചിലപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആളുകൾക്ക് അപകടം ഉണ്ടാക്കുന്നു. മദ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന അപകടത്തെക്കാളും മാരകമായ അപകടം മനുഷ്യനിൽ മതം ഉണ്ടാക്കുന്നുണ്ട്, ഇസ്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് വഴി ഇസ്ലാമും മുസ്ലിമും ഒന്നാണെന്ന് സ്ഥാപിച്ചാൽ അൽ ഖയ്ദയുടെ തലവനും അല്ലെങ്കിൽ ISISന്റെ തലവനുമായിട്ടുള്ള മുസ്ലിങ്ങൾ അത് തന്നെയാണ് ഇസ്ലാമാണെന്ന് ഇദ്ദേഹം പറയുന്നത്. അത് ഇദ്ദേഹം സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറയേണ്ട, ഖുർആനിലും ഹദീസിലും ഇസ്ലാമും മുസ്ലിമും എന്താണ് എന്ന് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി മുനാഫിക്കുകൾ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മുസ്ലിം, നിങ്ങൾ പൊളിറ്റിക്കലി എന്നെ കുറിച്ച് അന്വേഷിച്ച് നോക്കൂ, ഞാൻ മുസ്ലിമാണ് എന്ന് രേഖ കിട്ടും. അർഷിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ സംസാരിച്ചാൽ തല പോകുമെന്ന് പേടിച്ച്, കുടുംബം പോകുമെന്ന് പേടിച്ച്, ജീവിതം കോഞ്ഞാട്ടയാവും എന്ന് പേടിച്ചിട്ട് വിശ്വാസമില്ലായ്മയിലും മുസ്ലിം സംസ്കാരത്തോടൊപ്പം മുസ്ലിം കുടുംബത്തോടൊപ്പം ജീവിച്ചു പോകുന്നവർ, അവർ മുസ്ലിങ്ങളല്ലേ, അവർ മുസ്ലിമാണ്. അവരാണോ ഇസ്ലാം? അല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ ഇസ്ലാമിനെ മനുഷ്യർ തന്നെയാണ് നിർവചിക്കുന്നത്, വേറെ കാര്യം. അങ്ങനെ മനുഷ്യർ സങ്കല്പിച്ചെടുത്ത എന്തോ മഹത്തായ ഒരു ഐഡിയോളജി എന്ന് ഇവർ സങ്കല്പിച്ചെടുത്ത
ഒരു സെറ്റ് ഓഫ് റൂൾസ്, അല്ലെങ്കിൽ ഒരു വിശ്വാസധാര, ഒരു രാഷ്ട്രീയ ധാര, ഒരു പ്രത്യയശാസ്ത്രം. ഇത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം തന്നെയാണ്. ഈ മദ്യം കഴിക്കുമ്പോൾ മദ്യത്തിൽ നമ്മൾ കാണുന്നത് മദ്യം കട്ടൻ ചായം കാണാൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, അല്ലെ? വിദേശ മദ്യം നമ്മുടെ നാടുകളിലും പാൽച്ചായം കാണാൻ ഏതാണ്ട് ഒരുപോലെയാണ്. ആ ദ്രാവകം നിങ്ങൾക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ആ ദ്രാവകം അല്ല ഒരു മദ്യപാനിയിൽ പ്രവർത്തിക്കുന്നത്. ഇൻടാഞ്ചിബിൾ ആയിട്ട് അത് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന, ചിന്തയിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ്. അത് ഇൻടാഞ്ചിബിൾ ആണ്, ലഹരി. ഇനി പരീക്ഷിച്ചറിയാൻ പറ്റുമെന്നാ? പരീക്ഷിച്ചറിയാൻ പറ്റും. മദ്യപാനിനെ പിടിച്ചിരുത്തി കുറച്ചു നേരം സംസാരിച്ചാൽ മദ്യപാനിയാണോ എന്ന് അറിയാൻ പറ്റും. ഒരു വിശ്വാസിനെ തൊട്ടടുത്ത് പിടിച്ചിരുത്തി കുറച്ചു നേരം ഒരു വിഷയത്തെ സംസാരിച്ചാൽ അത് വിശ്വാസിയാണെന്ന് അറിയാൻ പറ്റും. വിശ്വാസിയാണോ അറിയാൻ പറ്റുക, ഒരു മദ്യപാനിയാണോ വിശ്വാസിയാണോ, രണ്ടും നമുക്ക് പരീക്ഷിച്ച് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ കബളിപ്പിക്കുകയാണ്. ഒരാൾ വിശ്വാസിയല്ല, വിശ്വാസിയാണെന്ന് പറയാം, വിശ്വാസിയാണ്, വിശ്വാസി അല്ല എന്ന് പറയാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അതിപ്പോ നമുക്ക് ലഹരിയുടെ കാര്യത്തിലുണ്ട്. മദ്യം മാത്രമായിട്ട് എടുക്കണ്ട, നിങ്ങൾക്ക് എന്ത് വെച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റാത്ത ലഹരികൾ ഒരുപക്ഷെ ഉണ്ട്. പിന്നെ അതിന് രക്തപരിശോധനയൊക്കെ നടത്തി വരേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ ഒരു ഉപമ പറയുന്നതിന് അതിന് ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ടല്ല ഈ കാര്യം പറയേണ്ടത്. ഞാൻ ചോദിക്കുന്നത് അർഷനോട്, എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ. അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിമാണോ ഇസ്ലാമാണോ? അതിന് അർഷനും മറുപടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. എനിക്ക് ലിയാഖത്ത് എത്ര സമയം സംസാരിക്കാൻ പറ്റും? നിങ്ങൾ ഒരുപാട് കാര്യം ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കും. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കും. ഒരു 3 മിനിറ്റ് തരുന്നോണ്ട് ബുദ്ധിമുട്ടാവോ? കാരണം പറ്റില്ല, 2 മിനിറ്റ് കുഴപ്പമില്ല. ഞാൻ ഒരു ലോഡഡ് കുഴപ്പമില്ല, ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പെട്ടെന്ന് തന്നെ കല്ലും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഐസിസും ഇസ്ലാമും ഒന്നാണ് എന്നുള്ള വാദം വെക്കുന്നത് ഇവിടെ ലിയാഖത്താണ്. ലോകത്ത് 2 ബില്യൺ മുസ്ലിംസ് അറൗണ്ട് ദ വേൾഡ് ഉണ്ട്. അതേപോലെ തന്നെ 70,000+ ക്ലറിക്സ്, അതേപോലെ സ്കോളേഴ്സ്. അൽ ഖായിദയാണ്, അൽ ഖ്വയ്ദ അല്ല, അൽ ഖായിദ പ്ലസ് അതേപോലെ ഐസിസ്. അവർ മുസ്ലിം ആണെന്ന് വെക്കുന്ന വാദം ലിയാഖത്താണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. 70,000 സ്കോളേഴ്സും ക്ലറിക്സും പറയുന്നു അവരല്ല എന്ന് പറഞ്ഞ ഫത്വ ഇറക്കി ഇസ്ലാം അല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് ലിയാഖത്ത് എന്ന് പറയുന്ന ആള് പറയുന്നു അവർ മുസ്ലിമാണ്, അവർ അതിനെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന്. ഒരു ബ്രീത്തലൈസറും വെക്കാതെ, ഒരു യൂറിൻ ടെസ്റ്റ് നടത്താതെ, ഒരു പഠനവും ഇല്ലാതെ, ഒരു ഡേറ്റ ഇല്ലാതെ ഒരു കാര്യമാണ് ലിയാഖത്ത് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ അവർ ഇസ്ലാം ആണ് എന്ന്, അവർ മുസ്ലിമിനെ 100% ഫോളോ ചെയ്യുന്ന ആള് എന്ന് ലിയാഖത്ത് പറയുമ്പോൾ നമ്മുടെ ആദർശം വെച്ച് അല്ല എന്ന് 70,000 സ്കോളേഴ്സ് ആണത് പറയുന്നത്. അതിന്റെ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കിട്ടും. 70,000, 2 ബില്യൺ മുസ്ലിം ഒരേ ശബ്ദത്തിൽ പറയുന്നു അവർ മുസ്ലിങ്ങളല്ല. അപ്പം ഇവിടെ കുറച്ച് എക്സ് മുസ്ലിംസ് മാത്രം എന്ത് പറയുന്നു, അവർ ഇസ്ലാമാണ്, അവർ ഫോളോ ചെയ്യുക. അതിനർത്ഥം ഇവിടെ ഐസിസും ഈ പറയുന്ന ലിയാഖത്തിനെ പോലെയുള്ള എക്സ് മുസ്ലിംസും തമ്മിലും എന്തോ ഒരു ബന്ധമുണ്ട്. ഖുർആനിനെ ഐസിസും അതേപോലെ ലിയാഖത്തും എക്സ് മുസ്ലിംസും മനസ്സിലാക്കിയത് ഒരേപോലെയാണ്. അതാണ് കുഴപ്പം. അപ്പൊ ഇത് ഒരാള് പിന്നെ ബോംബ് വെച്ച് ആൾക്കാരെ കൊല്ലുന്നു തെറ്റായി മനസ്സിലാക്കിയിട്ട്, ലിയാഖത്ത് എന്ത് ചെയ്യുന്നു, ബോംബ് വെച്ച് കൊല്ലാതെ യൂട്യൂബിൽ ഒറ്റക്കന്നെ ഇരുന്ന് വെല്ലുവിളിക്കുന്നു, സമയം സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, പാസ്പോർട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ മൊത്തം തീവ്രവാദികളാക്കുന്നു. ഒരാൾ ബോംബ് വെച്ച് കൊല്ലുന്നു. കാരണം 2 പേരും ഖുർആനിനെ മനസ്സിലാക്കിയത് ഒരേപോലെയാണ്. പക്ഷെ 2 ബില്യൺ മുസ്ലിംസും അതേപോലെ ഐസിസും ഖുർആനിനെ മനസ്സിലാക്കിയത് എക്സ് മുസ്ലിംസ് മനസ്സിലാക്കിയത് പോലെയല്ല. അതിന്റെ തെളിവുകളുണ്ട്, ഗൂഗിൾ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ 2 പേരും അതിനെ ഒന്നാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ 2 പേരും ഐസിസും എക്സ് മുസ്ലിംസും ആണ് ഒന്ന് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതിന്റെ ഇടയിൽ ഹദീസിന്റെ കാര്യം പറഞ്ഞു. ഹദീസിൽ ഇങ്ങനെയുണ്ട്. അത് നമ്മുടെ ചർച്ചയുടെ വിഷയമല്ല. ഹദീസിന്റെ കാര്യം ചർച്ചയുടെ വിഷയമല്ല. അതോടൊപ്പം തന്നെ അത് വേറെ ചർച്ചയാണ്. അല്ല, ലാസ്റ്റ് ഒരു മിനിറ്റ് കൂടി, എന്റെ പൊന്നു. ഓക്കെ, കഴിഞ്ഞു. അത്ര ഇല്ല, ഒരു സെക്കൻഡ്. അർഷിന് ചർച്ചയ്ക്ക് തയ്യാറായിട്ട് കഴിഞ്ഞ 2 മിനിറ്റും അർഷി ഞാൻ ചോദിച്ചത് നല്ല മറുപടി പറഞ്ഞു. ഇടപെടരുത് അർഷിനെ, ഇടപെടരുത്. ആളുകൾ കേട്ടോണ്ടിരിക്കണം. ഞാൻ ഇവിടെ ഐസിസും ഇസ്ലാമും ഒന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അതെനിക്ക് വാദമുണ്ടോ അത് വേറെ കാര്യമാണ്, വാദമുണ്ടോ ഇല്ല അത് വേറെ കാര്യമാണ്. IS ഉപയോഗിക്കുന്നത് ഇസ്ലാമാണോ അല്ലേന്ന് ഞാൻ ആ ചോദ്യമേ ഇവിടെ ഉന്നയിച്ചിട്ടില്ല. മുസ്ലിമും ഇസ്ലാമും ഒന്നാണ് എന്ന് ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കുന്ന ഇടയിൽ കറരുത്. അർഷിന് പൂർണ്ണമായി സമയം തന്നു. മുസ്ലിമും ഇസ്ലാമും ഒന്നാണ് എന്ന് പറഞ്ഞ അർഷിനോട് ഞാൻ ചോദിച്ചത് അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിമാണോ ഇസ്ലാമാണോ എന്നാണ്. ഇവിടെ ഞാൻ ISIS ഇസ്ലാമാണെന്നോ ബാഗ്ദാദി മുസ്ലിമാണോ ഞാൻ ഒരു വാദം വെച്ചിട്ടില്ല. ഞാൻ ഒരു ചോദ്യം മാത്രം താങ്കളോട് ചോദിക്കുകയാണ് ചെയ്തത്. ബാഗ്ദാദി മുസ്ലിമാണോ ഇസ്ലാമാണോ? ലിയാഖത്തിനെ പോലെ ഒരു പേരുകൊണ്ട് ഒരു മുസ്ലിം നാമധാരിയാണ് ബാഗ്ദാദി. ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് പറയാവുന്ന കളവുകളൊക്കെ നിങ്ങൾ ആരോപിച്ചു കഴിഞ്ഞു. വെയിറ്റ് ചെയ്യും. ഇവിടെ വളരെ ക്ലിയർ ആണ്. ഞാൻ ഇവിടെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. മുസ്ലിങ്ങൾ 70,000 പണ്ഡിതന്മാർ ഫത്വ ഇറക്കുന്നു. മുസ്ലിമായി ജീവിക്കുന്ന ഒരാളുടെ കയ്യിലുള്ളത് ഇസ്ലാം അല്ല എന്ന്. ഇത് ഇവിടെ അർഷദ പറഞ്ഞു. അതായത് അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ കയ്യിലുള്ളത് ഇസ്ലാം അല്ല, പക്ഷേ അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിമാണ്. എന്താ പറഞ്ഞേ? അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ കയ്യിലുള്ളത് മുസ്ലിം അല്ല, അബൂബക്കർ അൽ ബാഗ്ദാദി പക്ഷെ മുസ്ലിമാണ്. കൂട്ടരെ ഇസ്ലാമും മുസ്ലിമും രണ്ടാണ്. ഇത് നമ്മൾ പറയുന്നതല്ല, നിങ്ങൾ പറയുന്നതാണ്. ഇനി IS പ്രയോജനവൽക്കരിച്ചത് ഇസ്ലാമാണോ? നിങ്ങൾ എന്നോട് ചോദിക്ക്. ഇസ്ലാമാണ്. മുഹമ്മദ് നബി ചെയ്യാത്ത IS ചെയ്ത ഏക കാര്യം സൂയിസൈഡ് ബോംബിംഗ് ആണ്.
സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധകൻ സാക്കിർ നായിക്കിനോട് ഫത്വ ചോദിച്ചപ്പോ സാക്കിർ നായിക്ക് പറഞ്ഞത് എന്താ? യുദ്ധത്തിൽ മുന്നണിയിൽ നിൽക്കുന്ന ഇമാമ് തന്ത്രപരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടും എന്ന ഉറപ്പിൽ ഒരു അക്രമി സംഘത്തിന്റെ മുന്നിലേക്ക് ചാടുന്നത്, ഒരു ശത്രുവിനെ നേരിടുന്നത്, മരണം വരിക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയാണെങ്കിൽ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞത്. അതും കൂടി ഇസ്ലാമികമായി ഹലാലാണെന്ന് വന്നു കഴിഞ്ഞാൽ IS പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇസ്ലാമാണ്. അതേ സമയത്ത് ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും IS ആണ് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗമാണ്. അവർ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അതിന്റെ അതേ വീര്യത്തിൽ നേർപ്പിക്കാതെ, മറ്റു മനുഷ്യരെ പരിഗണിക്കാതെ, കാലഘട്ടം പരിഗണിക്കാതെ സ്വന്തത്തിലും സമൂഹത്തിലും ഉപയോഗിക്കുന്നവർ അല്ല. എന്നിട്ട് ഇവിടെ പറയാണ് 70,000 പണ്ഡിതന്മാർ ഫത്വ ഇറക്കി പിന്നെ ബാഗ്ദാദി പ്രയോഗവൽക്കരിക്കുന്നത് ഇസ്ലാം അല്ല എന്ന്. ഞാനിവിടെ ഇസ്ലാമും മുസ്ലിമോ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് വളരെ ലളിതമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിമാണോ അല്ലയോ? ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. അതിന് അദ്ദേഹം പറഞ്ഞത് ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ IS ഇസ്ലാമും ഒന്നല്ല എന്നാണ്. എവിടെ എത്തി, എവിടെ തുടങ്ങിയതാണ് എന്ന് ആലോചിക്കാം. അപ്പൊ അടുത്ത തവണ വീണ്ടും താങ്കൾ വരിക. അടുത്ത ആളിലേക്ക് പോവാണ്. അനുരൂപ് PR. ഒരു മിനിറ്റ് അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. താങ്കൾക്ക് തീർച്ചയായിട്ടും താങ്കൾക്ക് മുഖം കാണിക്കാൻ വേണ്ടി ഇല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പറഞ്ഞോളൂ. അല്ല, ഈ മാക്കിവെല്ലിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പൊ എന്തായാലും ഞാൻ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. ഓട്ടോയെ പോലെയല്ല നിങ്ങളെ ഞാൻ കരുതിയത്. അപ്പൊ എന്തായാലും എന്നെ ഇതിലേക്ക് ഇറക്കുന്നത് നിങ്ങളാണ്. ഞാൻ സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്നെ പിന്നെ എത്തിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് അപ്പൊ ഓക്കെ. അപ്പൊ ആശയപരമായിട്ട് ചർച്ച ചെയ്യാനില്ലാതാകുമ്പോ ഏതെങ്കിലും അഴുക്കുചാൽ സിദ്ധാന്തങ്ങളായിട്ടൊക്കെ വരും. അതൊക്കെ നിങ്ങൾ ക്ലബ് ഹൗസിൽ നിങ്ങളെ നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളോട് ഞാൻ ഐഡന്റിറ്റി ചോദിച്ചത്. ബാഗ്ദാദിയും മുസ്ലിമാണ്, ബാഗ്ദാദിയും ഇസ്ലാമും ഒന്നാണെങ്കിൽ പിന്നെ നമുക്ക് തർക്കമില്ല. അല്ല, ബാഗ്ദാദി ഇസ്ലാം അല്ല, ബാഗ്ദാദി കേവലം മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമും ഇസ്ലാമും രണ്ടാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ബാക്കിയുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. അമൽ കേൾക്കാമോ? അല്ല, ഞാൻ ഡിബേറ്റ് കാണാനായിട്ട് വന്നതാണ്. കാര്യം ഇത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഇസ്ലാമും മുസ്ലിമും ഒന്നാണ്, അല്ലെങ്കിൽ മതവും മതവിശ്വാസിയും ഒന്നാണ്. ഇതൊരു ഇരവാദം പോലെയാണ്. ഇപ്പം പൊതുവെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പൊതുവെ കാണുന്നത് ഈ മതത്തിന്റെ വിക്ടിംസ് ആയിട്ടാണ് നമ്മൾ വിശ്വാസികളെ പൊതുവെ കാണുന്നത്. കാര്യം നമ്മൾ ഒരിക്കലും ഒരു ചോയ്സോടെ എടുക്കുന്ന കാര്യമല്ല. നമ്മൾ ജനിച്ച് വീഴുന്ന മതത്തിന് നമ്മളെ ഇൻഡോക്രിനേറ്റ് ചെയ്ത് ആ മതത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് ആ വിശ്വാസിയാക്കി മാറ്റുകയാണ്. അപ്പൊ അതൊരു ചോയ്സ് ആയിട്ട് പോലും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് പൊതുവെ പിന്നെ നമുക്കൊരു വിശ്വാസി ചെയ്യുന്ന കാര്യം വെച്ചുകൊണ്ട് നമുക്കൊരു മതത്തെ നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ ഒരു ഇസ്ലാം മതവിശ്വാസി പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം ചെയ്തു, അപ്പൊ അത് ഇസ്ലാമിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമുക്ക് മുസ്ലിം ആയതുകൊണ്ട് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പം ഈ പറയുന്നതിലുള്ള ഡേഞ്ചർ ഇതാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ മറ്റു മതങ്ങളെ പറ്റി സംസാരിക്കുന്ന പോലെ തന്നെ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രങ്ങളും ഇസ്ലാമിന്റെ പുസ്തകങ്ങളും സംസാരിക്കുക. നമ്മൾ ഒരിക്കലും ഇതുപോലെ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ മുസ്ലിംസ് മോശക്കാരാണ്, മുസ്ലിംസ് ഭാര്യമാരെ തല്ലുന്നവരാണ്, അങ്ങനെയൊന്നും ഒരിക്കലും ആരും ആർഗ്യുമെന്റ് വെക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ പറയാറുള്ളത് ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് അവര് ലിയാഖത്ത് ഭായി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്ന മനുഷ്യർ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ടാണ്. അപ്പം അവരെ നമുക്ക് ഒരിക്കലും ഇസ്ലാമായിട്ട് കാണാൻ പറ്റില്ല. ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം എടുക്കുമ്പോൾ ഇസ്ലാമിന് മാത്രമേ എടുക്കാൻ പറ്റൂ. പിന്നെ മുസ്ലിങ്ങൾ ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റില്ല. ഇപ്പം ബാഗ്ദാദി മുസ്ലിം ആണോ എന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ ആ ചർച്ച തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അത് പൊതുവെ ഉള്ളത് ലിയാഖത്ത് പറഞ്ഞ പോലെ പൊതുവെ ആൾക്കാർ പറയുന്നത് ഇല്ല, മുസ്ലിം അല്ല, ഇസ്ലാമിനെ വളച്ചൊടിക്കുന്നു. അപ്പൊ ഇസ്ലാമിനെ തന്നെ നേരിട്ട് മനസ്സിലാക്കുന്ന ഇത്ര പേരാണ്. പല രീതിയിലാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, പല സെക്ടറുകളുണ്ട്. അപ്പൊ ഇതെല്ലാം പല രീതിയിൽ അവർ ജീവിക്കുന്ന സമൂഹങ്ങളുമായിട്ട് ഇടപഴകി പോകുന്ന വിശ്വാസികളാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പം അങ്ങനെ പോലും നമുക്ക് ഒരിക്കലും ഈ പ്രത്യയശാസ്ത്രം എടുത്തിട്ട് ഇത് ഈ ഓരോ വിശ്വാസി ചെയ്യുന്ന കാര്യങ്ങളും ഇസ്ലാം ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അർഷിക്കാൻ കുറച്ച് സമയം കൂടി മറ്റെന്തെങ്കിലും എന്തെങ്കിലും പോയിന്റ് വെക്കുമെന്ന് കരുതി കേട്ടിരുന്നതാണ്. പക്ഷെ പുള്ളി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളി പോയി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു അമൽ. ഇവിടെ ഞാൻ ഇതിനോട് ചേർത്ത്, അമൽ പറഞ്ഞതിനോട് ചേർത്ത് 2-3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇപ്പോ പാലക്കാട് ഒരു മുസ്ലിം സ്ത്രീ സ്വന്തം കുഞ്ഞിനെ സ്വപ്നത്തിൽ വഹി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴുത്തർത്തു എന്ന് പറഞ്ഞപ്പോ ആ വിഷയത്തിൽ അത് ഇസ്ലാമിന്റെ തലയിൽ ഡയറക്റ്റ് ആയിട്ട് ചേർത്താൻ പറ്റുമോ, അത് ആ മുസ്ലിം ആയതുകൊണ്ട് ചെയ്തതാണോ എന്ന ചർച്ച ഇവിടെ നടന്നതാണ്. അതിലെന്താണ് ഈ അർശനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് എന്ന് പറയുന്നവരുടെ വാദം എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് വിശ്വാസികൾ അത് ആലോചിക്കാം. അവിടെ അത് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, അത് ഇസ്ലാമാണ് അതിന്റെ പ്രതി, അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നിവിടെ വാദിക്കാൻ ശ്രമിച്ചത് ആരൊക്കെ ആയിരുന്നു എന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. അപ്പൊ അതിന് ഉത്തരം കിട്ടും. അതേപോലെ ഒരു പട്ടിയെ
ഒരു കാറിന്റെ പുറകിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ അത് ഇസ്ലാം മുസ്ലിം എന്ന പേരിൽ വെച്ച് ചർച്ച ചെയ്തത് ഇസ്ലാമും മുസ്ലിമും ഒന്ന് തന്നെയാണ്, മുസ്ലിം ചെയ്തു അത് ഇസ്ലാം കൊണ്ടാണ് എന്ന് ചർച്ച ചെയ്തത് ആരൊക്കെയാണെന്ന് വിശ്വാസികൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക അതേ വാദമാണ് ഇവിടെ അർശ് വന്നിട്ട് പറയുന്നത്, ബാഗ്ദാദി മുസ്ലിം ആണോ അല്ലെങ്കിൽ ബാഗ്ദാദി ഇസ്ലാം ആണോ? അല്ലേ? കാരണം മുസ്ലിമും ഇസ്ലാമും ഒന്നാണെന്നുള്ള വാദം. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിം ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇസ്ലാം ആണോ അല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ അബൂബക്കർ അൽ ബാഗ്ദാദി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അത് ഇസ്ലാമായിരുന്നു. അത് അബൂബക്കർ അൽ ബാഗ്ദാദി പോയാൽ വേറൊരാൾ വരും, അതല്ലെങ്കിൽ വേറെ ഒരാൾ വരും. ഇനി ആരും വന്നില്ലേ, ഈ കിതാബ് ഏതെങ്കിലും ലൈബ്രറിയിൽ ഉറങ്ങിയവിടെ ഇരിക്കും. അതിന് പറ്റുന്ന ഒരാൾ ഇപ്പൊ 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജ് പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം 13-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഇസ്ലാം എങ്ങനെയാണ് മാറിയത് എന്നും 17-ാം നൂറ്റാണ്ടോടുകൂടി പ്രബലമായ ശക്തിയായി മാറിയ വഹാബി തൗഹീദിന്റെ ഉറവിടം എന്തായിരുന്നു എന്നും അതിനു മുമ്പുണ്ടായിരുന്ന ആളുകൾ മുസ്ലിം ആയിരുന്നു ഇസ്ലാം ആയിരുന്നു, ആ ചർച്ച പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇസ്ലാം ഇല്ലാതായപ്പോ ആ ഇസ്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇവിടുത്തെ വഹാബികൾ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച സുന്നികൾ കാഫിറാണ് എന്ന്, സുന്നികളായിട്ടുള്ള ആളുകൾ അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് ചുഴലി ഉസ്താദ് പറഞ്ഞു, മൗലവി പറഞ്ഞു എന്നാണ്. വലിയ തർക്കം നടക്കുക, ഇവർ ചെയ്യുന്നത് ശിർക്കാണോ അല്ലേ? അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് എന്നും മുസ്ലിങ്ങളിൽ എത്ര പേർക്ക് യഥാർത്ഥ ഇസ്ലാം ഉണ്ട് എന്നും മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം തീർന്നിട്ടില്ല, തമ്മിൽ തല്ലി തീർന്നിട്ടില്ല. ഞങ്ങളുടെ കയ്യിലുള്ളതാണ് യഥാർത്ഥ ഇസ്ലാം, ഇത് നിങ്ങളും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവിടെ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ മുസ്ലിം വേറെ ഇസ്ലാം വേറെ. അത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മതസമൂഹമാണ്. ഇനി ഇവരോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുസ്ലിം കാണിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചാൽ അയാളാണ് ഇസ്ലാം എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യം ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ചെയ്യുന്ന ഒരു സംഭവം അതെടുത്ത് നമ്മൾ ചർച്ച ചെയ്താൽ അഫ്ഗാനിസ്ഥാനാണ് ഇസ്ലാം, ഇറാനാണ് ഇസ്ലാം, ഇറാനിൽ ഇപ്പൊ ഇസ്ലാം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ ഇവരെന്നെ തരാതരം പോലെ വാദഗതികൾ മാറ്റി കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എനിവേ താങ്ക് യു അമൽ. ഓക്കെ, എന്റെ പേര് മുബഷിർ എന്നാട്ടോ. എന്റെ പേര് മുബഷിർ തലോടി എന്നാണ്. ഞാൻ ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്നു. പിന്നെ ലിയാഖത്ത് ഭായിയോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോ ഇവിടെ നടക്കുന്ന വിഷയം, ലിയാഖത്ത് ഭായി ഇവിടെ വെച്ച വിഷയം ഇസ്ലാമും മുസ്ലിമും ഒന്നല്ല രണ്ടാണെന്നാണ് ലിയാഖത്ത് അലിയുടെ വാദം. ഞാൻ പറയുന്നത് അത് ഒന്നാണെന്ന് തന്നെ പറയാം. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ആരാണോ ഫോളോ ചെയ്യുന്നത് അവനാണ് മുസ്ലിം. ആ ഫോളോ ചെയ്യാത്ത ആളെ നമ്മൾ മുസ്ലിം എന്ന് വിളിക്കത്തില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ഹിന്ദു സഹോദരൻ നമ്മൾ മുസ്ലിം എന്ന് വിളിക്കുക, എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? അദ്ദേഹം ഹിന്ദു മതമാണ് ഫോളോ ചെയ്യുന്നത്, അദ്ദേഹത്തെ നമ്മൾ ഹിന്ദു എന്ന് വിളിക്കും. അതുപോലെ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ നമ്മൾ മുസ്ലിം എന്ന് വിളിക്കും. പിന്നെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് ആളുകൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ മദ്യപാനം ഇസ്ലാമിന്റെ ഹറാമാണ്, അതുപോലെ വ്യഭിചാരം ഹറാമാണ്. അപ്പൊ അവർ ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരെ നമ്മൾ മുസ്ലിം അല്ലെന്ന് പറയാറില്ല. അപ്പൊ അതുപോലെ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ട്. അതിനെ നമ്മൾ ഇസ്ലാമിലേക്ക് കൂട്ടിക്കെട്ടാതിരിക്കുന്നതാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ട് കൂട്ടിക്കെട്ടിക്കൂടാ? ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. എനിക്ക് ഒരു അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അപ്പൊ ഞാൻ എന്ന വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്റെ മതം അതിനെ വിലക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ തെറ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഈ മതത്തോട് കൂട്ടി കെട്ടാൻ പറ്റില്ല. കാരണം മതം വിലക്കിയ സാധനമാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്റെ കുഴപ്പമാണ്, അത് എന്റെ പ്രശ്നമാണ്. അത് ആ രീതിയിലാണ് കാണേണ്ടത്. അപ്പോൾ നേരത്തെ നിങ്ങൾ അപ്പൊ ഞാൻ പറയാം, അബൂബക്കർ ബഗ്ദാദി മുസ്ലിമാണോ ഇസ്ലാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞാൻ മുസ്ലിം ആണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാമിൻ്റെതാണോ നമ്മൾ നോക്കണം. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ഇസ്ലാം അതിന്റെ കാഴ്ചപ്പാടാണോ നോക്കണ്ടേ? ആളുകളെ ഇസ്ലാം അങ്ങനെ അബൂബക്കർ അൽ ബാഗ്ദാദി ഇസ്ലാമിൽ രണ്ടാണ്. അല്ല, അബൂബക്കർ ബഗ്ദാദി ചെയ്യുന്ന ആ കർത്തവ്യം, ആ കാര്യം അത് ഇസ്ലാമികമാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം, ഒരു മിനിറ്റ്, എന്റെ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അബൂബക്കർ ബഗ്ദാദി ഇനി ആരും ആയിക്കോട്ടെ, നമ്മൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തെടുക്കുന്നത്. അബൂബക്കർ ബഗ്ദാദി അയാൾ ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാം പറഞ്ഞതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അയാൾ ചെയ്യുന്ന പ്രവൃത്തി അനിസ്ലാമികമാണ്. നമുക്കിപ്പോ എനിക്കോ ഒരു മിനിറ്റ്, ഒരു വ്യക്തിയാണ് അബൂബക്കർ അൽ ബാഗ്ദാദി, ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് എന്നാണ്. ഞാൻ ചോദിച്ചത് അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിമാണോ പിന്നെ ഇസ്ലാമാണോ എന്നാണ്. അബൂബക്കർ അൽ ബാഗ്ദാദിയും ഇസ്ലാമും ഒന്നാണോ അല്ലേ എന്നാണ് ചോദ്യം. അബൂബക്കർ ബഗ്ദാദിയെ നമ്മൾ മുസ്ലിമാണ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം ഇസ്ലാം ഫോളോ ചെയ്യുന്നത്. മുസ്ലിമും ഇസ്ലാമും ഒന്നാണ് എങ്കിൽ അബൂബക്കർ അൽ ബാഗ്ദാദിയും ഇസ്ലാമും ഒന്നല്ലേ? വേണ്ട, നമുക്ക് അബൂബക്കർ ബഗ്ദാദി എടുക്കേണ്ട. എന്നെ എടുത്തോ, തലോടി എന്ന് പറയുന്നത് മുബഷിർ. അബൂബക്കർ അൽ ബാഗ്ദാദിനെ തന്നെ എടുക്കാം. അല്ല, കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കേസാണ്. താങ്കൾ ആ പേരാണ്, താങ്കൾക്ക് അതാണ് താല്പര്യമെങ്കിൽ ലിയാഖത്ത് അലിക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ വിശ്വാസികൾ പ്രതിരോധത്തിലാകും എന്നുള്ള ഒരു ധാരണ വെച്ചായിരിക്കും താങ്കൾ. ഞാൻ വിശ്വാസികളെ പ്രതിരോധത്തിലാക്കാൻ ചെയ്യുന്നില്ല.
അല്ല അല്ലല്ല വിശ്വാസികളായ ആളുകൾ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ പേര് വെക്കുമ്പോ അയ്യോ അയാൾ തീവ്രവാദിയല്ല, അയാളെ നമ്മൾ മുസ്ലിമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഞാനതല്ല അഭിപ്രായം പറയുന്നത്. പറഞ്ഞോളൂ, നമ്മൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ ഓക്കെ, ഇപ്പൊ ഞാനെന്ന വ്യക്തി എടുക്കാം. ഞാനെന്ന വ്യക്തി എടുക്കുമ്പോ അല്ല, നമുക്ക് അബൂബക്കർ എന്നെ അൽ ബഗ്ദാദി എന്തുകൊണ്ടാണ് കേസ് തന്നെ തീരുമാനാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിൽ തന്നെ പറയൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓക്കെ ഒരാളാണല്ലോ, ലോകം ശ്രദ്ധിച്ച ഒരാളാണല്ലോ. ഓക്കെ ആയിക്കോട്ടെ, അയാൾ ഒരു ടെററിസ്റ്റ് ആണ്, നമുക്ക് അത് എടുക്കാം. ഞാൻ ചോദിച്ച ഓക്കെ, ചോദ്യം അയാളൊരു അബൂബക്കർ അൽ ഞാൻ ബഗ്ദാദി മുസ്ലിം ഒന്നാണോ അല്ലേ, അതൊക്കെ ചോദ്യം ലളിതമാണ്. ഞാൻ പറഞ്ഞോട്ടെ അബൂബക്കർ ബഗ്ദാദി മുസ്ലിം ആയിരിക്കാം, പക്ഷെ അയാൾ ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാമിന്റെതല്ല. അങ്ങനെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ടെന്ന് കൃത്യമാണ്. അബൂബക്കർ അൽ ബഗ്ദാദി മുസ്ലിമാണ്. അബൂബക്കർ അൽ ഞാൻ ബഗ്ദാദി ചോദിക്കുന്നത് അബൂബക്കർ അൽ ബഗ്ദാദി മുസ്ലിമാണോ എന്നല്ല, അബൂബക്കർ അൽ ബഗ്ദാദിയും ഇസ്ലാമും ഒന്നാണോ എന്നാണ് ചോദ്യം. ഇസ്ലാമും മുസ്ലിമും ഒന്നാണെന്നല്ല, അബൂബക്കർ ബഗ്ദാദി നമ്മൾ അബൂബക്കർ അൽ ബഗ്ദാദിയും മുസ്ലിമും ഒന്നാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുസ്ലിം അല്ല ഇസ്ലാം. അബൂബക്കർ അൽ പക്ഷെ ഒരുപക്ഷെ ഈ അബൂബക്കർ അൽ ബഗ്ദാദി ഒരു പക്ഷേ മുസ്ലിം ആയിരിക്കാം, പക്ഷെ അയാൾ ചെയ്യുന്ന ഇസ്ലാമിക പ്രവർത്തനമായിരിക്കില്ല. ഞാൻ ചോദിച്ചത് അബൂബക്കർ അൽ ബഗ്ദാദി മുസ്ലിമാണോ അല്ലേ എന്നല്ല, അബൂബക്കർ അൽ ബഗ്ദാദിയും ഇസ്ലാമും ഒന്നാണോ എന്നാണ് ചോദ്യം. അതാണ് ലിയാഖത്തുൽ വലിക്ക് തെറ്റുന്ന പറ്റ. ചോദ്യം മനസ്സിലായി. ഞാൻ കുറച്ചുകൂടി കേരളത്തിലോട്ട് വരാം. അബ്ദുൽ നാസർ മദനിയും ഇസ്ലാമും ഒന്നാണ്. എല്ലാം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അബ്ദുൽ നാസർ മദനി ആയിക്കോട്ടെ, ഓക്കെ, അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഇസ്ലാമിന് പുറത്ത്, അതായത് ഇസ്ലാം പറയാത്തൊരു കാര്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി വന്നാൽ നമ്മൾ എങ്ങനെയാണ് ആളെ വിലയിരുത്തുന്നത്? ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ എന്നോട് അല്ല, ഒറ്റവാക്കിൽ ഉത്തരം പറയാവുന്ന കാര്യമാണ്. നിങ്ങൾ പറയാൻ ഞാൻ വളരെ ഷോർട്ടായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതായത് അബൂബക്കർ അൽ ബഗ്ദാദി ആയിക്കോട്ടെ, ഇനി അബ്ദുൽ നാസർ മദനി ആയിക്കോട്ടെ, മുബഷിർ തലോടി എന്ന് പറയുന്നത് ഞാനായിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഞങ്ങളെ മുസ്ലിം എന്ന് വിളിക്കുന്നത്? അത് ഇസ്ലാം എന്ന് പറയുന്ന മതം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മുസ്ലിം എന്ന് വിളിക്കപ്പെടത്തില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. പകരം ഞങ്ങളൊരു തീവ്രവാദി ഒരേ കാര്യം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അതായത് ഒരു വ്യക്തി ഏത് എന്റെ ഒരു പോയിന്റ്, ഞാൻ നിങ്ങളൊരു പോയിന്റ് പറഞ്ഞ അവസാനിപ്പിക്കും. ഒരു മിനിറ്റ് കൂടി, അത് 2 മിനിറ്റ് സമയം തരാം. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞിട്ട് പോകും. 2 മിനിറ്റ് സമയം, നിങ്ങൾ സമയം തുടങ്ങി, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. അതായത് ഞാൻ പറഞ്ഞത് മുബഷിർ എന്ന ഞാനോ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനിയോ ഇനി ടെററിസ്റ്റ് ആയിക്കേണ്ട ഈ പറയുന്ന നമ്മുടെ അബൂബക്കർ അൽ ബഗ്ദാദിയോ, ഇവര് എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? അയാൾ മുസ്ലിം അല്ല, ഞാൻ ഇസ്ലാം ആണ് ചോദിച്ചത്. ഓക്കെ, അയാളെ മുസ്ലിം എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ കാരണം, ഞാൻ ഇത് പറയാം, നമ്മൾ മുസ്ലിം എന്ന് വിളിക്കാനുള്ള കാരണം അവർ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അവർ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മുസ്ലിം എന്ന് വിളിക്കുന്നത്. ഇനി ഈ അബൂബക്കർ ബഗ്ദാദി ആയിക്കോട്ടെ, മുബഷിർ തലോടി ആയിക്കോട്ടെ, അബ്ദുൽ നാസർ മദനി ആയിക്കോട്ടെ, ഇനി ആരും ആയിക്കോട്ടെ, ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ബഗ്ദാദി ബോംബ് വെച്ച് ആളെ പൊട്ടിച്ച് കൊല്ലുന്നത് അനിസ്ലാമികമാണ്. ഞാൻ കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ച് നടക്കുന്നത് അനിസ്ലാമികമാണ്. ഇനി മതവിദ്വേഷ പ്രസംഗം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ഈ അനിസ്ലാമികമാണ്. അപ്പൊ ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. നമുക്ക് ഒരാളെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഉള്ളിലുള്ള ഇസ്ലാമിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ ആർക്കും കഴിയില്ല, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നമ്മളെ ഉള്ളിലാണ് വിശ്വാസം കിടക്കുന്നത്. എത്രത്തോളം ഒരു ആള് വിശ്വാസിയാകുന്നു എന്നത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഞാൻ പുറത്തെന്തെങ്കിലും പുറമൂടി കാണിച്ചിട്ട് രാത്രി കണ്ട പെണ്ണിന്റെ അടുത്ത് പോയി കടന്നിട്ടൊന്നും ഞാൻ ആകത്തില്ല. പക്ഷെ നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ചയിൽ ഒരു വ്യക്തിയെ നീ മുസ്ലിം ആണ് എന്ന് വിളിക്കാൻ കാരണം, ഇപ്പൊ തലോടി മുബഷിറിനെ മുസ്ലിം ആണ് എന്ന് വിളിക്കുന്നത് അയാൾ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾ ഒരിക്കലും വിളിക്കത്തില്ല. നിങ്ങളൊരു ക്രിസ്തു മത വിശ്വാസിയെ നിങ്ങൾ മുസ്ലിം എന്ന് വിളിക്കുകയോ ഇല്ല, അയാൾ ക്രിസ്തു മത വിശ്വാസിയെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുക. അപ്പൊ ഇതിനെ ഈ രീതിയിലാണ് കാണേണ്ടത്. അവർ ചെയ്യുന്ന തെറ്റിനെ നിങ്ങൾ ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതാണ് എന്റെ വാദം. ഓക്കെ, താങ്ക് യു. അവസരം നന്ദി. വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇവിടെ ഇദ്ദേഹം ഇത്ര നേരം സ്ഥാപിക്കാൻ ശ്രമിച്ചത് മുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി ഇസ്ലാമിന്റെ തലയിൽ കൊണ്ട് വെക്കരുത് എന്നാണ്. ലളിതമായിട്ട് 1 മിനിറ്റ്. ആരിലേക്ക് വരാം? ഞാൻ ആഷിഫ് എന്ന് പറഞ്ഞാണ്. ഈ പറഞ്ഞ ഇവര് പറഞ്ഞില്ലേ, അതിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ എന്നെ പോലെയുള്ള ഒരുപാട് പേര് മുസ്ലിമായിട്ട് ജീവിക്കുകയും ഇസ്ലാമിനെ ഉള്ളുകൊണ്ട് ഇസ്ലാമിന്റെ പല കാര്യങ്ങളെയും എതിർക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊക്കെ മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്നതുണ്ട്. കാരണം നമ്മൾ ജനിച്ചത് ഒരു മതത്തിലായതുകൊണ്ടും മതം ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ടും മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്നു.
അതേസമയം മതം, നിങ്ങൾ ജനിക്കുന്ന ഒരു മതം വേറൊരു മതത്തിലായിട്ട് നിങ്ങൾ ആ മതത്തിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെ അവർ ചെയ്യുന്ന പ്രവർത്തികളെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ അവരെ ഓരോ കാര്യങ്ങളിലും ഇത് ചെയ്യുക. പക്ഷെ നമ്മൾ മതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് ആ മതം മുസ്ലിം എന്നുള്ള പേര് വഹിക്കുകയും ഇസ്ലാമിന്റെ ആ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളായാലും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ എങ്ങനെയാ അപ്പൊ മുസ്ലിം അല്ല ഇതല്ല എന്ന് പറയാൻ കഴിയുക? അപ്പൊ മുസ്ലിം എന്നുള്ളതും ഇസ്ലാം എന്നുള്ളതും വേറെ വേറെ തന്നെയാണ്. ഓരോ മുസ്ലിമായിട്ട് ഇപ്പൊ ജീവിക്കുന്ന പല മനുഷ്യരും ഉള്ളുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നവരാണ്. ഇസ്ലാമിന്റെ ഈ പറയുന്ന കടുത്ത പ്രവർത്തനങ്ങളെയും ഈ തൗഹീദിനെ ഇസ്ലാം മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ദഹ്വ പ്രവർത്തനങ്ങളെ എതിർക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. ഇതേ അല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ആർക്കും തന്നെ ഈ ദഹ്വ പ്രവർത്തനത്തോടോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈ പറയുന്ന കടുംപിടുത്തങ്ങളോടോ ഒന്നും ആർക്കും താല്പര്യമില്ല. പൊതുവേ ഉള്ള ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ആ മതത്തിൽ ജനിച്ചു, അവര് ആ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെ ഇത് ചെയ്തിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ദാവ ഇതുകൊണ്ട് വരുന്ന ദൂഷ്യങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ഓരോ എക്സ്ട്രീം സംഘടനകളൊക്കെ വരുന്നത് ഈ പറയുന്ന ദാവാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായിട്ടുണ്ടാകുന്നതാണ്. തീർച്ചയായും ആശയത്തിൽ നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ ഇവർക്ക് ഇവിടുത്തെ മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്ന അതേ ആശയം വാദിച്ചുകൊണ്ട് ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. അതായത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഒരു മുസ്ലിമായ പേരുള്ള ഒരാള് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മുസ്ലിം ആയതുകൊണ്ട് ചെയ്തതാണ്, മുസ്ലിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നവർ ഉന്നയിക്കുന്ന അതേ വാദം കൊണ്ടാണ് ഇവിടെ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വരുന്നവർ സംസാരിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. ഇനി അദ്ദേഹം നേരത്തെ പറഞ്ഞതിൽ തന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നത് അബൂബക്കർ അൽ ബാഗ്ദാദി, അതായത് മുസ്ലിമും ഇസ്ലാമും ഒന്നാണ് എങ്കിൽ അബ്ദുൽ നാസർ മദനി ഇസ്ലാം ഒന്നാണോ എന്ന് മാത്രമേ ചോദ്യം. അതൊന്നല്ല എന്ന് അദ്ദേഹം പറയുന്നത് അയാൾ മുസ്ലിമാണ്, പക്ഷെ അയാളുടെ പ്രവൃത്തിയിൽ ചിലപ്പോൾ ഇസ്ലാം ഉണ്ടാവില്ല എന്നാണ്. അതെന്തുകൊണ്ടാ? ഇസ്ലാമും മുസ്ലിമും രണ്ടായതുകൊണ്ടാണ്. ഇസ്ലാമും മുസ്ലിമും ഒന്നാണെങ്കിൽ പിന്നെ അബ്ദുൽ നാസർ മദനി ഇസ്ലാമിനെ നമുക്ക് വേറെടുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് രണ്ടാണ്. ഇനി അത് മാത്രമല്ല, ഒരു മുസ്ലിമിന് നാളെ വേണമെങ്കിൽ നമ്മുടെ രാമസിംഹനാകാൻ പറ്റും, ഇസ്ലാമിന് അങ്ങനെ ഹിന്ദു ആകാൻ പറ്റുമോ? ഇത് ഒരു പ്രത്യയശാസ്ത്രമാണ്. ഒരു വ്യക്തി അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് അയാൾ എത്ര ആഴത്തിലെടുക്കുന്നു, അയാൾ അത് ഏത് ആംഗിളിൽ അതിനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ പ്രവർത്തനം സമൂഹത്തിന് ബാധിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. എനിക്കറിയാവുന്ന നിരവധി മുസ്ലിങ്ങളുണ്ട്, എന്നോട് ഇപ്പോഴും സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവർ, ഒരു വഖ്ത് ഖളാആകാതെ നമസ്കരിക്കുന്നവർ, ഒരു പരമാവധി ജമാഅത്തിന് പോകുന്നവർ, റമദാൻ ആകുമ്പം പരമാവധി റൗളയിലും കഅബയിലും പോയിട്ട് ഒരു മാസം ചെലവഴിക്കാൻ ശ്രമിക്കുന്നവർ, മുസ്ലിങ്ങൾ. അവർ ഈ പറയുന്ന എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർ എന്നെ ഇന്നും വരെ തെറി വിളിച്ചിട്ടില്ല, എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള പലരും വന്നിട്ട് കൊല്ലുന്നു പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു, തെറി വിളിക്കുന്നു. അപ്പൊ മുസ്ലിങ്ങൾ ഒരുപോലെ അല്ല. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഒന്നാണ്, മുസ്ലിങ്ങൾ പലവിധമാണ്. ഇത് മനസ്സിലാവാത്ത ആൾക്കാരൊന്നുമല്ല. പിന്നെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി വെച്ചിട്ട് മുസ്ലിങ്ങളാവുന്ന പലരും, മുസ്ലിങ്ങളാണെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന പലരും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. അവർ ഈ ജീവിതത്തിൽ ഇസ്ലാം പാലിക്കാത്തവരാണ്. പക്ഷെ അവർ അറിയപ്പെടുന്നത്, അവർ സ്വയം പറയുന്നതും മുസ്ലിം എന്നാണ്. അതുകൊണ്ട് ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് എന്ന് വാദിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടിയുള്ള പണിയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും. ഒരു പോയിന്റ്, നമ്മളെ ഇപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ഇപ്പൊ ബഗ്ദാദി എടുക്കാതെ തന്നെ നമുക്ക് കള്ളുകുടി എന്ന് പറയാം. കള്ളു കുടിക്കുന്ന ആള് ലിയാഖത്ത് ബൈക്ക് അറിയാം, കാരണം ഒരു കാലത്ത് ഈ മതത്തിൽ നിന്ന ആളാണ്. അപ്പൊ കള്ളുകുടി ഇസ്ലാമികമല്ല എന്ന് ലിയാഖത്ത് ബൈക്ക് അറിയാം. കള്ളു കുടിക്കുന്ന ഒരാളെ നമുക്ക് മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് അയാൾ ജീവിച്ച മുസ്ലിമാണെന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അയാൾ കള്ളു കുടിക്കുന്നുണ്ട്. അയാൾ നിങ്ങൾ എങ്ങനെയാ കാണുക? അയാൾ ചെയ്യുന്ന പ്രവൃത്തി അയാൾ ചെയ്യുന്ന പ്രവൃത്തി അനിസ്ലാമികമാണെന്നോ പറയാ, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാമികമാണെന്നോ പറയാ? ഒരു വ്യക്തി കള്ളു കുടിക്കുന്നുണ്ട്, ഒരു മുസ്ലിം കള്ളു കുടിക്കുന്നു, പറഞ്ഞോളൂ. ഒരു മുസ്ലിം കള്ളു കുടിക്കുന്നു. അങ്ങനെ വരുമ്പോ ഇസ്ലാം കള്ളുകുടിയെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളാരും പറയാറില്ല. നിങ്ങളുടെ വാദം അനുസരിച്ച് കള്ളു കുടിക്കുന്നത് ഇസ്ലാം. ഒരു മിനിറ്റ് അതല്ല എന്റെ ചോദ്യം, അതല്ല എന്റെ ചോദ്യമല്ല, ചോദ്യത്തിന് ഉത്തരം തരേണ്ടത്. മദ്രസ കള്ളു കുടിക്കുന്നത് അയാളുടെ പ്രവൃത്തി ഇസ്ലാമികമാണോ അല്ലേ, ഇതെല്ലാം നോക്കണ്ടേ? അയാള് മുസ്ലിം അല്ല എന്നാണോ പറയാ, അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി ഇസ്ലാമികമല്ല എന്നാണോ പറയാ? ഞാൻ ചോദിക്കുന്നത് അയാൾ ഇസ്ലാമാണോ അല്ലേ? മുസ്ലിം എന്നുള്ള ഇവിടെ നിങ്ങൾ വാദം വെച്ചാൽ എന്താ പ്രശ്നം അറിയോ? ഇപ്പൊ എന്ന് പറയുന്ന ഒരാള് ഒരു തെറ്റ് ചെയ്യുന്നു. ആ തെറ്റ് ചെയ്യുമ്പോൾ അത് അനിസ്ലാമികമാണ് എന്ന് വാദിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ അതിൽ നിന്ന് മാറ്റി നിർത്താം. നിങ്ങൾ പറയുന്ന വാദം അനുസരിച്ച് ഇസ്ലാമും ആ വ്യക്തി മുസ്ലിമും ഇസ്ലാമും ഒന്നാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യക്തിയും പ്രവൃത്തിയും വേറെ എടുക്കാൻ പറ്റുക? അവിടെ ഒരു പ്രശ്നം അല്ല ലിയാഖത്ത്, നമ്മൾ എടുക്കുന്ന എന്താണ്?
ഒരു മിനിറ്റ്, ഇസ്ലാം എന്ന് ഒരു മിനിറ്റ് രാജാവിന്റെ പറയുന്നത് ലാസ്റ്റ്ലി ഒരു സെക്കൻഡ്. ഇസ്ലാം എന്ന് പറയുന്ന ആ മതം അല്ലെങ്കിൽ ആ പ്രത്യേക ശാസ്ത്രം ഫോളോ ചെയ്യുന്ന ആളുകളെ നമ്മൾ മുസ്ലിം എന്ന് വിളിക്കും. ആ പറയുന്ന അതിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമുക്ക് അവരെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ അവർ അനിസ്ലാമികമാണ് ചെയ്യുന്നത്. അത് അവർ ചെയ്യുന്നത് അനിസ്ലാമികമാണ്. ഇസ്ലാം വ്യക്തിയും പ്രവൃത്തിയും രണ്ടാണ് അല്ലെ? എങ്ങനെ? വ്യക്തിയും പ്രവൃത്തി രണ്ടാണ്. നമ്മൾ ഞാൻ മുബഷിർ എന്ന് പറയുന്ന ഞാൻ മുസ്ലിം ആകുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം എന്ന് പറയുന്ന മതം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മുസ്ലിമായി മാറുന്നത്. അല്ലെങ്കിൽ ഞാൻ മുസ്ലിം ആവില്ല. മറുപടി കൊടുക്കട്ടെ മുർഷിദ്, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് ഇപ്പം മുർഷിദിന് ഒരു മറുപടി തരാം. മുർഷിദ് ഇപ്പം നിസ്കരിക്കുന്നു. അപ്പൊ മുബഷിർ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോ ഞാൻ ആദ്യം കാണുന്നു. ഞാൻ കണ്ട് നിങ്ങൾ മുസ്ലിം ആയിട്ട് ഞാൻ കണക്കൂട്ടുന്നു. നിങ്ങളെ തന്നെ ലിയാഖത്ത് കാണുന്നു, പിന്നെ കള്ളുപിടിക്കുന്നതായിട്ട്. ലിയാഖത്ത് മനസ്സിലാക്കണം നിങ്ങൾ മുസ്ലിം അല്ലാന്ന്. എന്താ അതിന്റെ അടുത്ത് അർത്ഥം? ഒരു വ്യക്തി തന്നെ നമ്മൾ പറയുന്ന, നിങ്ങൾ ഈ പറയുന്ന വിരുദ്ധ ഭാവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഇല്ലേ, ആ ഐഡിയോളജിയിലാണ് നമ്മൾ മിസ്റ്റേക്ക് പറയുന്നത്. അല്ലാതെ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു നാമധേയത്തിലോ അല്ല. നമ്മൾ പറയുന്ന ഇസ്ലാം എന്നുള്ള ഐഡിയോളജിയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളാണ്. അല്ലെങ്കിൽ അത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തിലോ ഐഡിയോളജിക്ക് പ്രശ്നമല്ല. ഐഡിയോളജി പ്രശ്നം അത് ഫോളോ ചെയ്യുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന ഐഡിയോളജിക്ക് തന്നെ പ്രശ്നങ്ങളുണ്ട്. ഐഡിയോളജിക്ക് തന്നെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെയല്ല. നമ്മൾ ഡേറ്റ് ആക്കിയിട്ടൊക്കെ വേണമെങ്കിൽ കാണാം. ഒരു മുസ്ലിം ആയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കാണാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഐഡിയോളജിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇപ്പം പിന്നെ നമ്മുടെ തലോടിയായിട്ടുള്ള സംസാരം അവസാനിപ്പിച്ചിട്ട് വരാം. ഞാൻ ഇതേ സമയം പണ്ട് അർഷിന് കൊടുത്തതാണ്. അർഷ് ഇപ്പൊ കമന്റ് ബോക്സിൽ ഇരുന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അർഷിന് പിന്നെ ഇനി ചർച്ചയ്ക്ക് വരണമെങ്കിൽ വീഡിയോയിൽ തന്നെ വരണം. അതിന്റെ കാരണം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ചർച്ചയിൽ ഉത്തരം മുട്ടിയ സമയത്ത്, അദ്ദേഹത്തിന്റെ സമയം അവസാനിപ്പിച്ച സമയത്ത് അദ്ദേഹം ഇവിടെ കാണിക്കാൻ ശ്രമിച്ച വൃത്തികേട് അത് ഒരു സാമാന്യമായിട്ട് ഒരു ചർച്ചയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലാത്തത് കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ റിമൂവ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഇത്തരം ചർച്ചകൾ വരണമെങ്കിൽ അദ്ദേഹം മുഖം കാണിച്ചു തന്നെ വരണം. അതിലൊരു സംശയമില്ല. കാരണം നിങ്ങളുടെ വാദം പൊളിയുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ അവിടെ വേറെ ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. പിന്നെ രാജാവിന്റെ മകൻ ഇവിടെ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് നമ്മളെല്ലാവരും പറയുന്ന ആശയമാണ് നിങ്ങൾ പറയുന്നത്. അതായത് ഒരു മുസ്ലിം അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇസ്ലാം ഉണ്ടോ ഇല്ലേ, ഇതിനനുസരിച്ചിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ആശയം, അത് വളരെ ആശയം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒരു പ്രത്യയശാസ്ത്രമാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ മതവിമർശനം നടത്തുന്ന സമയത്ത് ഇപ്പൊ മദ്രസ പീഡനം അത് അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് നടത്തുന്നത് ഞാൻ പറയാറില്ല. അത് ഇസ്ലാമികമാണ് എന്ന് ഞാൻ പറയാറില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതേ സമയത്ത് ഒരു മുസ്ലിമായ വ്യക്തി ചെയ്യുന്ന കാര്യം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ് എങ്കിൽ അവിടെ വിമർശിക്കപ്പെടുന്നത് ഇസ്ലാമായിരിക്കും, വ്യക്തിയല്ല. പിന്നെ ഓക്കെ, ഞാനത് അവിടെ അവസാനിപ്പിക്കാം. എനിക്കൊരു 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യോ, പെട്ടെന്ന് പറയാം. ഇപ്പൊ തലോടി ഇവിടെ പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മദ്യപാനം എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്തു. ഇവിടെ ഇപ്പം ഒരു മുസ്ലിം മദ്യപിക്കുകയാണ്. അതിനെ എടുത്തിട്ട് ഇവിടുത്തെ മതവിമർശകർ ഇത് ഇസ്ലാം കണ്ടോ, ഇസ്ലാം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവന്മാരൊക്കെ കള്ളു കുടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് തലോടിയും കരുതില്ലെന്ന് കരുതുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഒരു തീവ്രവാദം നടക്കുന്നു, ഒരു തീവ്രവാദ പരിപാടി നടക്കുമ്പോൾ അത് നമ്മൾ മുസ്ലിങ്ങൾ കണ്ടോ, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദം ചെയ്യുന്നവരാണ്, അങ്ങോട്ടും വെക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ സാധനം, തീവ്രവാദം എന്ന് പറഞ്ഞ സാധനത്തിൽ ആശയപരമായിട്ടുള്ള ബാക്കിംഗ് ഉണ്ടോ, ഈ പറഞ്ഞ ജിഹാദും പരിപാടിയൊക്കെ നടത്താനായിട്ട് ഇവരുടെ ആശയം ഇതുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അല്ലാതെ അങ്ങനെ ആശയം ഉണ്ടെന്ന് കരുതി ഇവിടുത്തെ എന്താ പറയുക മുസ്ലിങ്ങളുടെ നേരെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് കണ്ടോ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. മദ്യപാനത്തിൽ എങ്ങനെയാണോ ഇസ്ലാമികമല്ല എന്ന് പറയുന്ന പോലെ തന്നെ തീവ്രവാദം അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. ഇവിടെയാണ് ആ ഡിഫറൻസ് വെക്കുന്നത്. പിന്നെ ലിയാക്ക ഇവിടെ എന്താ പറയുക ഈ ഒരു കേസിൽ ഇപ്പൊ ഈ പുള്ളിക്കാരൻ ഇവിടെ ഡിബേറ്റിന് വരുമ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഈ ചങ്ങായി ചർച്ച ചെയ്യില്ല. മുമ്പും ഇത് കണക്ക് ഡിബേറ്റുകൾ ഏറ്റെടുത്ത് പോയിട്ടുണ്ട്, അതൊക്കെ വേറെ. സോ ഇത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആർഗ്യുമെന്റ് ഇവരെ റൈസ് ചെയ്യാൻ തന്നെ കാരണം ഞാൻ ലിയാക്കയുടെ കഴിഞ്ഞ ലൈവിൽ കണ്ടിരുന്നു. നിങ്ങൾ മാന്യമായി വിമർശിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മുസ്ലിമും ഇസ്ലാമും വേറെ എന്ന് പറയുമ്പോൾ നിങ്ങളെ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുക, അവരെ അല്ല പറയുന്നതെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കും, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ ഈ ആർഗ്യുമെന്റ്സ് റൺ ചെയ്തുകൊണ്ട്. ഇവരുടെ പ്രശ്നം അവിടെ അടക്കം നമ്മൾ ഇങ്ങനെ ആർഗ്യുമെന്റ് വെക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ അല്ല ടാർഗറ്റ് ചെയ്യുന്നുള്ള ബോധം മുസ്ലിങ്ങളിൽ ഉണരുന്നു, അതുവഴി നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നുള്ളതാണ് പ്രശ്നമായിട്ട് ഈ അർഷ് എന്ന് പറഞ്ഞ ആള് ഇതിന് മുമ്പത്തെ ലൈവിൽ വന്ന് റേസ് ചെയ്യുന്നത്. അതാണ് അവരുടെ കോർ പോയിന്റ്. ഈ ചങ്ങായിയൊക്കെ തന്നെ ഈ പറഞ്ഞ അബ്ദുള്ള അബ്ബാസിന്റെ ഒക്കെ ടീമിൽ പെടുന്നതാണ്. അവരുടെ ലൈവിൽ കഴിഞ്ഞ വട്ടം ഈ തോട്ടത്തിലെ വിഷയമൊക്കെ പറയുമ്പോൾ അവരുടെ കൂടെ ഒന്ന് ചർച്ച ചെയ്ത മനുഷ്യനാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് ബാസിലൊന്നും മുമ്പോട്ട് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത് കണക്കുള്ള ഫോണുകൾ ഇറക്കി
ഇത്തരം ആർഗ്യുമെന്റ്സ് റൺ ചെയ്ത് നോക്കുന്ന ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത്. സോ അത് കൃത്യമായിട്ടും അലിയൊക്കെ മനസ്സിലാക്കണം. അതിന്റെ കൂടെ തന്നെ ഈ ലാസ്റ്റ് ഇദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോ ഒരു സാധനം പറഞ്ഞിരുന്നു, ഇനി ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ട് പറഞ്ഞൊരു ഭീഷണിയും കൂടെ വെച്ചിട്ടാണ് ഈ ചങ്ങായി ഇറങ്ങിപ്പോയത്. സോ അത്തരം ഭീഷണികളും ഈ ഇസ്ലാമിസ്റ്റുകൾ എന്തിനാ ഇറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആശയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആശയപരമായിട്ട് തർക്കിച്ചു തീർക്കുക, ഭീഷണിപ്പെടുത്തി പിന്നാലെ കൂടുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഓക്കെ, ഞാൻ ഈ വിഷയം വളരെ ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളാം. ഞാൻ എന്നിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുക. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മിനിറ്റ് ഇവിടെ യാദൃശ്യമായിട്ടാണ് ഞാൻ സംസാരിച്ചോട്ടോ. ഇവിടെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ റൂമിൽ യൂട്യൂബ് ചാനൽ വരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ കയറി സംസാരിക്കുന്നത്. അതിന് അവസരം തന്ന ലിയാഖത്തിന് നന്ദി പറയാം. പിന്നെ ഇവിടുത്തെ നമ്മൾ വെച്ച ചർച്ച എന്ന് വെച്ചാൽ ഇസ്ലാമും മുസ്ലിമും ഒന്നാണോ അല്ലെ രണ്ടാണോ? അപ്പൊ ലിയാഖാന്റെ വാദം രണ്ടാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് നമ്മള് ഒരു മുസ്ലിമായ ഒരു വ്യക്തി നമ്മൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇസ്ലാം ഉണ്ടെന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ കള്ളുകുടിയുടെ വിഷയം എടുത്തത്. അപ്പൊ നിങ്ങൾ പ്രതിരോധത്തിലാവും. ചില ആളുകൾ ഇപ്പോ ബഗ്ദാദി എടുത്തിട്ട് വെക്കും, അല്ലെ ആൽക്കോയ്ത് ചെയ്യുന്ന ഇസ്ലാം. അപ്പൊ ഈ ചില ആളുകൾ പ്രതിരോധത്തിലാവും, അയ്യോ അത് തീവ്രവാദമല്ലേ, അതെങ്ങനെ ഇസ്ലാമാണെന്ന് പറയാം. സത്യത്തിൽ പറയേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പൊ ഞാൻ ഇപ്പൊ മുസ്ലിമാണ്, നാളെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെ അവൻ മുസ്ലിം ആയിരുന്നു, ഇന്നാ ഞാൻ പൊട്ടിച്ച സാധനമല്ല, ഞാൻ ചെയ്ത പ്രവൃത്തി അത് അനിസ്ലാമികമാണെന്ന് പറയാൻ പറ്റും. അത് അയാൾ ചെയ്ത പ്രവൃത്തികൾ മൊത്തം അത് ഈ പറയുന്ന കാര്യമാണ്. ഒരു മിനിറ്റ്, നേരത്തെ തൊട്ട് മുമ്പ് വന്ന് സംസാരിച്ചു പോയ വ്യക്തി ഇവിടെ എന്റെ പോയിന്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെയല്ല, അല്ല മുസ്ലിങ്ങൾക്ക് ഇതിനുമായിട്ട് ഒരു യാതൊരു ബന്ധമില്ല. അപ്പൊ നിങ്ങൾ കുറെ ഖുർആന്റെ ആയത്തൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട്, ഹദീസുകൾ വെക്കാറുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾക്ക് അതാ ഈ പ്രവൃത്തികൾ, അതാ ഈ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യല എന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നത്. പക്ഷെ നിങ്ങൾ വിമർശിക്കുമ്പോൾ എന്താ പറയുന്നത്, ഇത് ഫോളോ ചെയ്യുന്നവർ ഇത് ചെയ്യുന്ന ആൾക്കാരാന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനൊക്കെ എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അവസരം നന്ദി. പറ്റുന്ന ആൾക്കാരെ മാത്രമേ പാനലിൽ വെക്കൂ ലിയാഖത്ത്, അല്ലാത്തവരൊക്കെ റിമൂവ് ചെയ്യില്ല ലിയാഖത്ത്. അത് കൊള്ളാമല്ലോ. എത്ര ടൈമാണ്, വളരെ മോശമായി പോയി ലിയാഖത്ത് ചെയ്യുന്ന പരിപാടി, വളരെ മോശമാണ്. ഒരു മിനിറ്റ്, ഒറ്റ പോയിന്റ് ഞാൻ രാജാവിന്റെ മകൻ പറഞ്ഞ കാര്യത്തോട്, അതായത് ക്ലിയർ ആണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം, ആ മതം എന്ന് പറയുന്ന ആശയമാണ് തീവ്രവാദ പ്രവർത്തനത്തിന് ബാക്ക് ചെയ്യുന്നത്. അതേ സമയത്ത് ഒരാൾ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ ഖുർആൻ അതിന് സാധൂകരിക്കുന്ന ഖുർആൻ വചനങ്ങളും വിശദീകരണങ്ങളും ഹദീസും പ്രവാചകൻ ചരിത്രത്തിൽ നിന്നുള്ള സാഹചര്യങ്ങളും ഫിഖ്ഹിൽ അതിനുള്ള സാധൂകരണങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അതിന്റെ ബാക്കപ്പ് ഉണ്ടോ? അത് ഇസ്ലാമാണ്. ചെയ്യുന്നത്. ഒരാൾ കള്ളു കുടിക്കുന്നു എന്നത് ഇസ്ലാമിൽ ഹറാമാണ് ഹലാലാണോ? അത് വേറെ ചർച്ച. എന്തുകൊണ്ട് ഹറാമാണ് അതൊക്കെ വേറെ ചർച്ച. ഞാൻ ചോദിക്കുന്നത്, ഒരാള് മതം അതിനെ ഹറാമായിട്ട് ഗണിക്കുന്നു, ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതേ സമയത്ത് ഒരാൾ കള്ളു കുടിക്കുമ്പോൾ നമ്മൾ ഇയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നത് പറയില്ല. കള്ളു കുടിക്കുന്നതിന് ബാക്കപ്പ് ഇല്ല ഇസ്ലാമിന്. മദ്രസ പീഡനം അത് ഇസ്ലാമിന്റെ തലയിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഒരു വിഭാഗം മനുഷ്യരുടെ ആ പ്രശ്നത്തിൽ ഇടപെടുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല. അവിടെ സാമൂഹികമായിട്ടുള്ള വിമർശനമാണ് വരുന്നത്. ആ മദ്രസ സംവിധാനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സിനിമയിൽ നടക്കുന്ന ഏമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ പുറത്തു വരും. അതിനർത്ഥം അത്തരം അതിക്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം അനുവദിച്ചത് കൊണ്ട് ചെയ്തു എന്നോ ഇസ്ലാം പഠിപ്പിച്ച് ചെയ്തു എന്നോ അല്ല. അതേ സമയത്ത് ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ, മതത്തെ വിമർശിച്ചതിന്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ, ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അയാളെ തല വെട്ടിക്കളഞ്ഞാൽ അതിന് മതം ബാക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അവിടെ ഇസ്ലാം ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നമുക്ക് പറയണം. അതിനർത്ഥം ഇസ്ലാമിൽ ടെററിസം ഉണ്ട് എന്നാണ്. മുസ്ലിങ്ങൾ ടെററിസ്റ്റുകളാണ്, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന സംഘപരിവാർ നരേഷനിലേക്ക് പോകലല്ല. ഇത് വളരെ ക്ലിയർ ആണ്. അത് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മാജിക് ഹാൻഡിലേക്ക് പോകാം. ലിയാഖത്ത് ഭായ്, ഇത് സത്യത്തിൽ ലിയാഖത്ത് ഭായ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, അതായത് ബാഗ്ദാദിയും ഇസ്ലാമും ഒന്നാണോ എന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാല്, നിങ്ങൾ മൊത്തം മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കുക എന്നുള്ളൊരു നരേഷൻ വെച്ചിട്ടാണ് ആ ചർച്ച അവസാനിപ്പിക്കുന്നത്. പിന്നീടും ഞാൻ അങ്ങനെ ഒരു വാദം ചെയ്തിട്ടില്ല എന്ന് ലിയാഖത്തിൽ ഭായ് പിന്നീട് പറയുകയാണ് ചെയ്തത്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, ലിയാഖത്തിൽ ഭായ് നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവരിപ്പോ ഈ ശ്രമം മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഇസ്ലാമും മുസ്ലിമും ഒന്നല്ല എന്നുള്ള വാദമാണ് നിലവിലുള്ള മുസ്ലിങ്ങളുടെ തടിക്ക് നല്ലത്. അതാണ്, ഇസ്ലാമും മുസ്ലിമും ഒന്നല്ല. കാരണം എന്റെ അവസ്ഥ പറയാം, ഞാൻ ഇസ്ലാം നന്നായി പഠിച്ച് ഒരു കാലഘട്ടം മുഴുവൻ എന്താ പറയാ കറക്റ്റ് അത്രയും ഹൈ ലെവലിൽ തന്നെ പോയി അഫ്ഗാനിലേക്ക് കയറി പോകാൻ നിന്ന ആളാണ് ഞാൻ.
എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്നത്. അപ്പൊ എനിക്കറിയാം എന്തൊക്കെ ഹദീസുകൾ, ഏതൊക്കെ ഖുർആൻ വീടുകളൊക്കെ ഈ ജിഹാദുമായി ബന്ധപ്പെട്ടും തീവ്രവാദവുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അഫ്ഗാനിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ അത്രയും എന്താ പറയാ, ശരീരത്ത് അവിടെ ഉള്ളൂ. ശരീരത്ത് നമുക്ക് നിലനിർത്തണമെങ്കിൽ ഭൂമിയിൽ അള്ളാഹുവിന്റെ മറ്റേ ശരീരത്ത് ഭൂമിയിൽ എല്ലായിടത്തും എത്തിക്കണം. ഇതാണ് നമ്മളുടെ സംഗതി. ഇതിനു വേണ്ടി പോരാടണം, യുദ്ധം ചെയ്യണം, മരിക്കണം. ഈ സാധനം ഇന്നത്തെ മുസ്ലിങ്ങൾ ഒന്നല്ല. ഇന്നത്തെ മുസ്ലിങ്ങൾ ഈ സംഭവം ഫോളോ ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. അതായത് നിലവിൽ ഇന്നത്തെ മുസ്ലിങ്ങൾ ഇസ്ലാം അല്ല. ഇത് ഇന്നത്തെ ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം. പക്ഷെ ഇത് ഒന്നാണെന്ന് സമർത്ഥിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലിയാഖത്തുൽ ബായ് മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള സാധനം കൊണ്ടുവരാൻ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്, കൺഫേം ആണത്. തീർച്ചയായിട്ടും താങ്ക് യു. അത് എനിക്ക് എന്നോട് പലരും ഇപ്പം നേരത്തെ സംസാരിച്ച അർഷ് ഖാൻ ഫസ്റ്റ് വന്ന് പറഞ്ഞത് നിങ്ങൾ മാന്യമായിട്ട് മതവിമർശനം നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ വിശ്വാസികൾക്ക് എന്നോട് വെറുപ്പുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ വിളിക്കുന്ന പല വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, എത്രയോ ആളുകൾ നിരന്തരമായിട്ട് ഫോണിൽ സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊന്നും ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്താ വിളിക്കേണ്ടില്ല? ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഇസ്ലാം ഫോളോ ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. പിന്നെ നമ്മുടെ ലിയാക്കയും ഞാനും എങ്ങനെയാ വരിക? ഞാൻ മുസ്ലിമാണ്, ലിയാക്ക ഞാൻ പൊളിറ്റിക്കലായിട്ട് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കി ഞാൻ മുസ്ലിമാണ്. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ലിയാക്ക ഞാൻ ഇസ്ലാം വന്നാണോ? ഇതെന്തിനാണ് അർഷി നീ തർക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് കാണുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ട് ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയർ ആണ്. ഞാൻ മാന്യമായിട്ട് വിമർശിക്കുന്നു, എന്നെ മുസ്ലിം വിരുദ്ധനാണ് മുദ്ര കുത്താൻ കഴിയുന്നില്ല. മുസ്ലിങ്ങൾ ഞാനുമായിട്ട് സൗഹൃദത്തിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നോട് സ്നേഹമായിട്ട്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പാണ്, പക്ഷെ നിങ്ങളുടെ ശൈലി ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ എത്രയോ മുസ്ലിങ്ങളുണ്ട്. നേരിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മറുപടി പറയുമ്പോൾ ഒന്നുകിൽ ഇവിടെ നേരത്തെ അർഷി കാണിച്ച ഏതെങ്കിലും അഴുക്കുചാൽ സിദ്ധാന്തം കൊണ്ട് പേഴ്സണൽ മറ്റുള്ളവരുടെ അഴുക്ക് എന്റെ മേലെ വലിച്ചെറിയാൻ ശ്രമിക്കാം. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമം പോലും അതിദയനീയമായി പാളിപ്പോയി. ഇപ്പം ഇവിടെ ഇരിക്കുന്ന രാജാവിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പാതിരാവിൽ കാണിച്ചു കൂട്ടിയത് എന്താണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഞാൻ പറയുന്നത് അതിനോടൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് അവരോടൊന്നും നമുക്ക് ദേഷ്യവും വെറുപ്പൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ നിങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചത് എന്റെ രക്തബന്ധത്തിലുള്ള എന്റെ ജ്യേഷ്ഠനെ പോലും കൊണ്ടുവന്ന് കുറെ നുണകൾ, ഇല്ലാത്ത കുറെ കഥകൾ പറഞ്ഞ് എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിന് നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്തോ അതാണ് ഇസ്ലാം. അല്ലാതെ ഞാനും ഇവരും തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഞാനും ഇവരും തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ല. അപ്പൊ എന്റെ ശബ്ദം മുസ്ലിം സമൂഹം കേൾക്കുന്നു. മുസ്ലിങ്ങൾക്ക് എന്നോട് പ്രത്യേകമായ ഒരു വെറുപ്പ്, വൈകാരികമായ ഒരു വെറുപ്പില്ല. അത് ഉണ്ടാക്കിയെടുക്കണം. അതല്ലെങ്കിൽ ഇവരുടെ മുമ്പിലുള്ള കടമ്പ ഞാൻ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് ആശയപരമായി മറുപടി പറയേണ്ടി വരും. ഇപ്പൊ സൂറത്തു തൗബ, നമ്മൾ അബ്ദുള്ള അബ്ബാസിലൊക്കെ കുടുങ്ങി കിടക്കുന്നത് സൂറത്തു തൗബയിലാണ്. ആ ഒരൊറ്റ വാചകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അയ്യൂബ് പോലും ആ സൂറത്തു തൗബയിലെ അബ്ദുള്ള അബ്ബാസിലിന്റെ വിമർശനത്തിന് അല്ലെങ്കിൽ അത് പറഞ്ഞു പോയ അബദ്ധത്തിനുള്ള മറുമരുന്നായിട്ട് ബലിയാടാകാൻ പോകുന്ന ആളാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പൊ ഇവരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ് ലിയാഖത്ത് ചീത്ത വിളിക്കുന്നത്, മുസ്ലിങ്ങളെ തന്നെയാണ് ലിയാഖത്ത് ടാർഗറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ ഉറപ്പിച്ചും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ സംഘപരിവാറിലുണ്ട്. കാരണം മുസ്ലിമും ഇസ്ലാമും ഒന്നാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഇവിടുത്തെ സംഘപരിവാരം, ഇവിടുത്തെ ക്രിസംഗി വിഭാഗമാണ്. അവർ ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഇവിടെ തലോടി എന്നോട് ചോദിച്ചത്. അതായത് പണ്ട് നമ്മുടെ അനിൽ അയ്യപ്പനോ അനിൽ കൊടിത്തോട്ടോ അവരൊക്കെ എന്നോട് ചോദിച്ച അതേ ചോദ്യം. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും ഒക്കെ പക്വതയും ഒക്കെ ഉള്ള ആളുകളാണ് വിശ്വാസികളിലുള്ള ഭൂരിപക്ഷം ആളുകളും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ വളരെ കൃത്യമായും കണിശമായും പ്രത്യയശാസ്ത്രത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യയശാസ്ത്രം മനുഷ്യനെ അപകടത്തിൽ ആക്കാൻ പോകുന്ന, ഇവിടെ മാജിക് ഹാൻഡ് സംസാരിക്കുന്നു, അദ്ദേഹം അനുഭവസ്ഥനാണ്. അദ്ദേഹം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചിരുന്ന NDF-നെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ജിഹാദ് ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച ആ അധ്യാപനത്തിൽ പെട്ടുപോയി ജീവിതം തകർന്നു പോകേണ്ടിയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന്റെ പടച്ചോൻ അദ്ദേഹത്തെ രക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ മനുഷ്യർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ NDF എന്ന് പറയുന്ന സംഘടന ഇവിടെ പ്രചരിപ്പിച്ചിരുന്ന ദഅവത്തും ജിഹാദും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പകർപ്പ് എന്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ജിഹാദിന് പ്രേരിപ്പിക്കുന്ന, ആ ജിഹാദ് ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ആ ഇസ്ലാമിനെ പുൽകുന്ന മുസ്ലിങ്ങളല്ല കേരളത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും. അവരിവിടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അവരുടെ മുസ്ലിമാണ്, അവർ മുസ്ലിമായിട്ട് ജീവിക്കുന്നു. അതിൽ എത്രയോ മുനാഫിക്കുകളുണ്ട്.
മതത്തിന്റെ ഈ സൊസൈറ്റിയുടെ പ്രശ്നം പേടിച്ചിട്ട് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തുറന്നു പറയാൻ പറ്റാത്ത എത്രയോ മനുഷ്യർ മുസ്ലിം എന്ന ഐഡന്റിറ്റി അവർ ജീവിക്കുന്നുണ്ട്. അവർ ഇസ്ലാമും ഒന്നാണെന്നൊക്കെ പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്റെ നിലപാട്, എന്റെ ബോധ്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അതിനെ ഗണ്ണിക്കാനുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. അത് മാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. താങ്ക് യു മാജിക് ഹാൻ, ആഷ്ലി, ഹാഷിഫ്, എല്ലാവരും. ഇനി രണ്ടുപേരും കൂടി ചർച്ചയിലുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കും. അതാരൊക്കെയായിരുന്നു? ഒരു മിനിറ്റ്. ഓക്കെ, സംസാരിച്ചതൊന്ന് ഇനിയിപ്പോ മൊയ്തി പാലത്ത്. ഒരു ചോദ്യം ലിയാഖത്തിനോട് ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചു. ഇവിടെ എനിക്കിത് തോന്നുന്നത് വളരെ ഇതൊരു ഗൂഢാലോചനയുടെ പരമായിട്ടാണ്. നിങ്ങൾ മാന്യമായി വിമർശിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിനെ മാത്രം എടുക്കുകയും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ വരുന്ന അറ്റാക്കുകൾ, അത് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇത്തരം ഈ കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള അറ്റാക്കുകൾ എടുക്കാതെയും പോകുമ്പോൾ അത് ബാക്കിയുള്ളവരെ പോലെ തന്നെ ഈ പറഞ്ഞ സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് മതവിമർശനം നടത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ് ഇവർക്ക് അറ്റാക്ക്. ഇവൻ സംഖ്യയാണെന്ന് പറഞ്ഞ് ഊരാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി നിങ്ങളെ പൊളിറ്റിക്സ് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടും മതവിമർശനം നടത്തുമ്പോൾ ഇത്തരമുള്ള ഇപ്പൊ ഈ അഫ്ഗാനെ പോലുള്ള ആൾക്കാർ വന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇറക്കുന്നത് നിങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ടാണോ കാണുന്നത്? ഇതൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ? എങ്ങനെ അതിനെ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും ആ ഗൂഢാലോചനയല്ല, അത് അവര് അബദ്ധത്തിൽ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞാണ്. അർഷ് ഫസ്റ്റ് സമയത്ത് ഇവിടെ വന്ന് സംസാരിച്ചപ്പം അത് പറഞ്ഞിട്ടാണ് പോയത്. അതിനു മുമ്പ് അബ്ദുള്ള ബാസിലുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ അബ്ദുള്ള ബാസിൽ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ മറ്റു ചില ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവരെ പോലെ വെറുപ്പ് പറയണം, നിങ്ങൾ മാന്യമായ ഭാഷയിൽ വെറുപ്പ് പറയാണ്, വിശ്വാസികൾ തെറ്റിദ്ധരിക്കുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഇവര് അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ചാനലില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എന്റെ പേര് വല്ലാതെ വലിച്ചേക്കാറില്ല. പരമാവധി എന്റെ പേര് പറയാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഷുക്കൂർ ഞാനും തമ്മിൽ ഇരിപ്പുവശം വെച്ച് ഷുക്കൂർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, മൈക്ക് ഏതാ ചോദിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് അവര് ഷുക്കൂറിനാണെങ്കിൽ എന്ത് പറയുമ്പോൾ അവിടെ ലിയാഖത്തിന്റെ പേര് പറയും. അങ്ങനെ അവസാനം ഷുക്കൂറിനെ പോലും ഇപ്പം അൺമാസ്കിംഗ് അനോമലീസിന്റെ പോഡ്കാസ്റ്റുകളിൽ നിന്ന് മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തെ കുറെ കാലങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോ ആ അർത്ഥത്തിൽ ലിയാഖത്ത് എന്ന് പറയുന്ന വ്യക്തിനെ ഇവിടെ ക്ലിയർ ആയിട്ട് ലാസ്റ്റിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരു സംഘപരിവാറിന്റെ വക്താവാണ്, ഇവിടെ മുസ്ലിം വെറുപ്പ് പറയുന്ന ആളാണ് എന്ന് വരുത്തി തീർത്താൽ പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട, പിന്നെ എന്നെ ഈ ആളാണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് മറുപടി പറയണമെങ്കിൽ സൂറത്ത് തൗബയിലെ 5-ാം വചനം ഇറങ്ങിയത് യുദ്ധ സന്ദർഭത്തിലാണോ അല്ലേ എന്ന് പറയണം. അത് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ പറഞ്ഞു ബക്കറയിലാണ് യുദ്ധ സന്ദർഭം, തൗബയിലെ കരാർ ലംഘനമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സൂറത്ത് തൗബയിലെ 291 ഏത് യുദ്ധ സന്ദർഭം, ഏത് യുദ്ധക്കളത്തിൽ? ഇപ്പൊ എനിക്ക് മറുപടി പറയണമെങ്കിൽ ഈ ഭാഗത്ത് അവിടെ ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ തൗബയുടെ അവിടെ യുദ്ധം വേണം. അപ്പൊ നമ്മളിവിടെ വളരെ കൃത്യമായിട്ട്, നമ്മൾ അധികം വിമർശകർ പോലും ശ്രദ്ധിക്കാതിരുന്ന ഒരു കോറിലേഷൻ, ഇവർ സൂറത്ത് തൗബ പറഞ്ഞ് വിമർശനത്തിന് നേരെ സൂറത്ത് തൗബയിലെ 291 92 വെച്ച് ഡിഫെൻഡ് ചെയ്ത് പോയതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് എടുത്ത് മുന്നിൽ വെച്ചപ്പോ, മക്ക ഫത്ഹ് കഴിഞ്ഞതിന് ശേഷം മക്കാരുമായി മുഹമ്മദ് നബി നടത്തിയത് ഏത് യുദ്ധമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചോടുകൂടി സൂറത്ത് തൗബയിലെ യുദ്ധം ഇല്ലാണ്ടായിപ്പോയി. അവരിപ്പോ പറയുന്നു കരാർ ലംഘനത്തെ തുടർന്ന് ഉണ്ടായ ഒരു യുദ്ധ സമാനമായ സാഹചര്യം. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏത് കരാറ്? അപ്പൊ ഇവർ പറയുന്നത് ഏത് കരാറാണ്? നമ്മുടെ ഹുദൈബിയ സന്ധി. കൂട്ടരെ, ഹുദൈബിയ സന്ധി ലംഘിച്ചു എന്ന് ആക്ഷേപിച്ചിട്ടാണ് മക്ക കീഴ്പ്പെടുത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ തച്ചു തകർക്കുന്നത്, കഅബ പിടിച്ചെടുക്കുന്നത്, അവിടുത്തെ പ്രദേശം മുഴുവൻ മുഹമ്മദിന് കീഴിൽ വരുന്നത്. അതിനുശേഷം പിന്നെയും ഇല്ലാത്ത കരാർ ലംഘിച്ചതിനാണോ പിന്നെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാവുന്നത്? അപ്പൊ സൂറത്ത് തൗബ തൊണ്ടയിൽ കുരുങ്ങി. അതിന് കളവ് പറഞ്ഞ ബക്കറ എടുത്താൽ പൊങ്ങുന്നില്ല. ബക്കറയിലെ 191 യുദ്ധക്കളത്തിൽ എന്നാണ് പറഞ്ഞത്. ഏത് യുദ്ധം ചോദിച്ചിട്ടും 2-2.5 മാസമായി മറുപടി അങ്ങോട്ട് പറയേണ്ടി വരും. പിന്നെ പറഞ്ഞു സ്ത്രീകളുടെ തൊലാക്ക് വളരെ ഈസിയാണെന്ന് പറഞ്ഞിരുന്നു അബ്ദുള്ള ബാസിലെ. സ്ത്രീകൾക്ക് എവിടെ തൊലാക്ക്? എന്ത് ഈസി? നോണ അങ്ങോട്ട് പറയുമ്പോ മതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഇന്നത്തെ മനുഷ്യന്മാർക്ക് മതത്തിനോട് ഒരു വിമുഖത ഇല്ലാത്ത തരത്തിൽ നുണ പറഞ്ഞ് ഇസ്ലാമിനെ നന്നാക്കുന്ന പണിയെടുക്കുന്നവരോട് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ട് ചോദ്യം ചോദിക്കുമ്പം ഒന്നുകിൽ അവർക്ക് എനിക്ക് ഉത്തരം പറയണം, അല്ലെങ്കിൽ അവരെ മുസ്ലിം സമൂഹം എന്നെ വെറുക്കുന്ന ഒരു കണ്ടീഷനിൽ കൊണ്ടെത്തിക്കണം. ഈ രണ്ടല്ലാതെ ഇവരുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല. അതല്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ച ആൾക്കാർ പറഞ്ഞതുപോലെ മുഹമ്മദ് നബിനെ പറഞ്ഞാൽ ഇല്ലാണ്ടാക്കി കളയും എന്ന നിലപാട് സ്വീകരിക്കണം. ഇതിൽ ഏതാണ് അവർക്ക് സക്സസ് ആവാൻ പറ്റുക എന്ന് അവർ പരിശോധിക്കട്ടെ എന്നാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്. മൊയ്തി പാലത്തുണ്ടെങ്കിൽ അദ്ദേഹം കൂടി സംസാരിച്ചാൽ നമുക്ക്. ഉത്തരത്തിന് നന്ദി ലിയാഖത്ത്. എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഇത് കണക്കുള്ള കോമാളികളെ ഇറക്കി കളിക്കാതെ ക്ലാസ്സിലൊക്കെ നേരിട്ട് വന്ന് സംവാദം ചെയ്യട്ടെ എന്ന് പറയുന്നു. താങ്ക് യു. നമസ്കാരം. എന്റെ പേര് മൊയ്തീൻ തന്നെയാണ്. മുസ്ലിമും ഇസ്ലാമും ഒന്നല്ല. കാരണം അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. അതായത് ഞാനൊരു മുസ്ലിമാണ്.
അപ്പോ ഇപ്പോ ഒരു മിനിറ്റ്, എന്നെ ഒന്ന് താഴേക്ക് ഇറക്കോ, എന്നെ ഒന്ന് താഴേക്ക് ഇറക്കോ. എനിക്ക് നിങ്ങൾ പോയിക്കോളൂ. പുതുതായിട്ട് വന്നവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എങ്ങനെ പറഞ്ഞിട്ട്. എങ്ങനെ ഓക്കെ, പോവാ? ഞാൻ റിമൂവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മൊയ്തി സംസാരിച്ചോ. ഓക്കെ. അപ്പൊ കേൾക്കുന്നുണ്ടല്ലേ? ഉം. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കാം, പറയൂ. അപ്പോ ഇപ്പൊ 73 വയസ്സായി. ഞാൻ മദ്രസയിൽ ഇതുവരെ പോയിട്ടില്ല. കുഞ്ഞുനാളിലും പോയില്ല, എന്നെ ആരും അയച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ബന്ധം വരുന്നത് എനിക്ക് ഏതാണ്ട് ഒരു 65 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ജബ്ബാർ മാഷെ പ്രഭാഷണങ്ങളും പിന്നെ ലിയാഖത്ത് അലിയുടെ ഈ യൂട്യൂബ് ചാനലുകളും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഖുർആനിൽ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത് തന്നെ. അപ്പൊ നിങ്ങൾ ആ തെളിവ് സഹിതമാണല്ലോ നിങ്ങൾ ക്രിറ്റിസിസം നടത്തുന്നത്. അപ്പൊ ആ തെളിവ് വേണ്ടിയിട്ട് അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബ് പരതലുണ്ട്, ഈ ഗൂഗിൾ സെർച്ച് നടത്താറുണ്ട്. അപ്പൊ അതിൽ എനിക്ക് മനസ്സിലായത് അത് ഭാഷാപരമായിട്ട് അതൊക്കെ ശരിയാണെന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു പോയത് കൊണ്ട് മാത്രം മുസ്ലിമായ ഒരാളാണ് ഞാൻ. എന്നാൽ ഇസ്ലാമാണെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. കാരണം നിങ്ങളുടെ ആർഗ്യുമെന്റ് പ്രകാരം ഇസ്ലാമിൽ ഞങ്ങൾ ഈ നാട്ടിലാരും ഇസ്ലാമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പേര്. താങ്ക് യു മൊയ്തി. അപ്പോ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു സാധനം വെറുതെ സങ്കീർണമാക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും എന്റെ വിമർശനങ്ങളിൽ ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം മറ്റു ചില വാദങ്ങൾ ഉയർത്തിയിട്ട് പ്രതിരോധം തീർക്കാനും അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റാനും ഒക്കെയുള്ള കേവലമായിട്ടുള്ള ശ്രമമായിട്ട് മാത്രമാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതേ സമയത്ത് ഇത് ചർച്ച ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം എടുക്കുകയും അർഷ് വരാം എന്ന ഏറ്റവും അടിസ്ഥാനത്തിൽ ഈ വിഷയം തന്നെ നമ്മൾ ചർച്ചക്കെടുക്കുകയും ചെയ്ത്. പക്ഷെ അർഷിന് എന്തുകൊണ്ടോ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തയ്യാറല്ല. ഇങ്ങനെ ഈ തരം സംസാരങ്ങളിൽ അദ്ദേഹം ഇതിനു മുൻപ് അവസരം കൊടുത്തു. ഇന്ന് നമ്മൾ കൊടുത്ത അവസരത്തിൽ അദ്ദേഹത്തിന് പിന്നീടും സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം വിഷയത്തിൽ നിന്ന് മാറി ഏതെങ്കിലുമൊക്കെ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ കാലത്തെ എന്തെങ്കിലുമൊക്കെ കഥകൾ എടുത്തു വെക്കി അതൊക്കെ ഞാനുമായിട്ട് കണക്ട് ചെയ്ത് എന്നെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് ഞാൻ പണ്ടെപ്പോഴെങ്കിലും ആരെക്കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ എടുത്തു പൊക്കി വന്ന് ഞാൻ പുറത്തിടും എന്ന ഭീഷണി. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഭീഷണി ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല ഭീഷണി. നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക എന്നാണ് അർഷിനോടും പറയാനുള്ളത്. അതുകൊണ്ട് അത്തരം മൂന്നാംകിട പരിപാടി അർഷി കാണിച്ചത് കൊണ്ട് അർഷി ഇനി ഗൂഗിൾ മീറ്റിൽ എന്നോട് സംസാരിക്കില്ല. അത് അർഷി ഏത് ഐഡിയിൽ വന്നാലും അർഷാണെന്ന് മനസ്സിലാകുന്ന നിമിഷം പുറത്തിടും. ഇവിടെ എന്നോട് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച കാര്യത്തിൽ എന്താണോ അർഷിന് ചെയ്യാനുള്ളത് അത് ചെയ്ത് കാണിച്ചതിന് ശേഷം മാത്രം അർഷുമായിട്ട് പിന്നെ നമ്മൾ സംസാരിക്കും. അതുകൊണ്ട് ഭീഷണിയൊക്കെ കയ്യിൽ വെക്കാം. ഇതാണ് ഇപ്പൊ മൊയ്തി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മതി. ഇതിൽ കൂടുതൽ എന്ത് തെളിവ്? ഇത് ചോദിച്ചാൽ നിങ്ങൾ 100 മനുഷ്യന്മാരോട് ചോദിച്ചോ. ഇനി വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പല തട്ടിലാണ്. ഇസ്ലാമിന് അങ്ങനെ പല തട്ടുണ്ടോ? ഒറ്റ ഇസ്ലാമല്ലേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ ഒന്നുകൂടി പറയാം, ഒരു മുസ്ലിം വിചാരിച്ചാൽ നാളെ രാമസിംഹനാകാം. ഇസ്ലാമിന് പറ്റൂല. മുസ്ലിമും ഇസ്ലാമും രണ്ടാണ് എന്നതിന് ഇനിയും കുറെ തെളിവുകൾ നിരത്താൻ ആവശ്യമില്ല. അത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകും. പിന്നെ സംഘപരിവാറും അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം ഇപ്പൊ എന്നോട് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന്റെ പടയാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നും അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇവിടുത്തെ വിശ്വാസികൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ബുദ്ധിയെയും അവരുടെ ബോധത്തെയും ഒന്നും വില കുറച്ച് കാണുന്ന തരം ആളല്ല ഞാൻ എന്നുകൂടി പറയുന്നു. താങ്ക് യു മൊയ്തി.